എല്ലാ ബഹുമാന്യ പ്രേക്ഷകർക്കും വന്ദനങ്ങളെ അറിയിക്കുന്നു. ഗ്ലോറിയസ് ഗോസ്പലിന്റെ വാർഷിക സമ്മേളനം ഈ വർഷം ഓൺലൈനിലാണ്. ഇന്ന് നമ്മൾ 4ാമത്തെ ദിനമാണ്. ഇന്ന് നമ്മോടൊന്നിച്ച് ആയിരിക്കുന്ന ചിന്തകളെ പങ്കുവെക്കുവാൻ എത്തിയിരിക്കുന്നത് കേരളത്തിലെ സ്വതന്ത്ര ചിന്തകർക്ക് സുപരിചിതയായ ശ്രീമതി ജാമിത ടീച്ചറാണ്. നമ്മുടെ ഈ മീറ്റിംഗിലേക്ക് എന്തിനാണ് ഈ ടീച്ചറെ പോലെയുള്ള ഒരാളെ ക്ഷണിച്ചത് എന്ന് പലപ്പോഴും ചിന്തിക്കും. അതിന്റെ കാരണം മനുഷ്യ സംസ്കൃതിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. നമ്മൾ മനുഷ്യന്റെ നാഗരികതയുടെ ചരിത്രങ്ങൾ പഠിക്കുമ്പോൾ, മനുഷ്യ സംസ്കാരത്തിന്റെ വികാസ പരിണാമങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ, ഓരോ കാലഘട്ടങ്ങളിലും ആ എസ്റ്റാബ്ലിഷ്മെന്റിന് ചലനങ്ങൾ ഉണ്ടാക്കുമ്പോഴാണ് വളർച്ചയും പുരോഗതിയും ഉണ്ടായിട്ടുള്ളത്. ചരിത്രത്തിന്റെ നാൾവഴികളിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്കത് കാണാൻ പറ്റും. അപ്പം മുൻപിൽ പോയ ആളുകൾ പലരും ഭ്രാന്തന്മാരെന്ന് മുദ്ര കുത്തപ്പെടുകയും പലരും രക്തസാക്ഷികളായി പിന്നീട് കീർത്തിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് സ്ത്രീപക്ഷ സമീപനങ്ങൾ, സ്ത്രീ സ്വാതന്ത്ര്യം എന്ന വിഷയത്തെ പറ്റി ആ ഭാഗത്തുനിന്ന് കേൾക്കുവാനാണ് നമ്മൾ താല്പര്യപ്പെടുന്നത്. നമുക്ക് മതത്തിന്റെ സമീപനങ്ങളുണ്ട്, നിശ്ചയമായിട്ടും നമുക്ക് പാരമ്പര്യങ്ങളുണ്ട്, പൈതൃകങ്ങളുണ്ട്, ആചാരങ്ങളുണ്ട്, അനുഷ്ഠാനങ്ങളുണ്ട്, വിശ്വാസങ്ങളുണ്ട്. ഇതൊക്കെ സമൂഹത്തിന്റെ ഭാഗമായിട്ടിരിക്കുമ്പോഴും വ്യത്യസ്തമായി കേൾക്കുന്ന ചിന്തകളെ നമ്മൾ അവഗണിക്കാതെ അവയെ കേൾക്കുകയും അവയെ ഉൾക്കൊള്ളുകയും അതിനനുസരിച്ച് ഇവോൾവ് ചെയ്യാതെ ഒന്നിനും നിലനിൽക്കാൻ കഴിയത്തില്ല. അപ്പൊ ഇവോൾവ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. കാരണം കാലം മാറുകയാണ്, നമ്മുടെ വളർച്ചയും ആ ഒപ്പമാണ്. ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ കേരളത്തിലെ അംബാസഡർ കാറിൽ സഞ്ചരിക്കുമ്പോൾ അന്ന് ഞങ്ങളെ കുഞ്ഞുങ്ങളാണ്. അപ്പൊ ഞങ്ങളെ ഫ്രണ്ടിൽ ഇങ്ങനെ നിർത്തും, ഈ ഇരിക്കുന്നത് നമുക്ക് സീറ്റ് ഇരുന്നില്ല, ഫ്രണ്ടിൽ നിർത്തും. അപ്പൊ ഇങ്ങനെ ഇത് അള്ളി പിടിച്ചോണ്ട് നിൽക്കുമ്പം ഈ കാറിന്റെ ഈ സ്പീഡോമീറ്റർ നമുക്ക് നോക്കിക്കൊണ്ടിരിക്കാൻ പറ്റും. അന്ന് ഞാൻ ഓർക്കുന്നുണ്ട്, ഒരിക്കലും എറണാകുളത്തിനൊരു കാറെ പോകുമ്പോൾ അന്ന് 60 കിലോമീറ്റർ സ്പീഡിൽ ആ കാറ് പോയപ്പം ഇരുന്ന യാത്രക്കാരുടെയൊക്കെ അഭിമാനം ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഈ 60 കിലോമീറ്റർ സ്പീഡ് എന്ന് പറഞ്ഞാൽ അന്നത്തെ വലിയ സ്പീഡ്. അന്ന് ഞാൻ കൊച്ചുകുട്ടിയാണ് ഞാൻ മനസ്സിലാക്കിയത് 60 കിലോമീറ്റർ അന്നത്തെ ഒരു ടോപ്പ് സ്പീഡാണ്. അത്രയും സ്പീഡിൽ വണ്ടി ഓടിച്ച ഡ്രൈവറെ അഭിനന്ദിക്കുന്നു. ഞാൻ മിനിഞ്ഞാന്ന് ഇവിടെ വൈകുന്നേരം ഈ പോക്കുവയില് ഒക്കെ കണ്ട് ഈ ഗ്രാമപാതയിലൂടെ വെറുതെ ഒന്ന് അലസ സവാരി നടത്തുക. കാറ് ചുമ്മാ ഡ്രൈവ് ചെയ്ത് പോയതാണ്, ഏറ്റവും സ്പീഡ് കുറച്ച് ഡ്രൈവ് ചെയ്ത് പോയതാണ്. ഇവിടെ മൈലിലാണ് സ്പീഡ്. ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ നോക്കി കഴിഞ്ഞപ്പോൾ 60 കിലോമീറ്റർ സ്പീഡിലാണ് ഈ കാറ് പോകുന്നത്. ഞാൻ ഏറ്റവും സ്ലോവിലെ സ്പീഡാണ്. അപ്പൊ കാലം അതുപോലെ മാറിക്കഴിഞ്ഞു. അപ്പൊ നമുക്ക് ആ വേഗതയ്ക്കൊപ്പം എത്താൻ കഴിയുന്നില്ല. നമ്മളിപ്പോഴും 60 കിലോമീറ്റർ സ്പീഡ് വലിയൊരു സ്പീഡാണെന്ന് ചിന്തിച്ചിരിക്കുന്ന മനോഭാവമാണ്. അത് വെടിഞ്ഞ് കണ്ണും കാതും തുറന്നു വെച്ച് യുവതലമുറ ചിന്തിക്കുന്ന എന്താണ്, അവരുടെ നീഡ് എന്താണ്, മനുഷ്യന്റെ സമത്വം എവിടെയാണ്. അപ്പം ഈ സ്ത്രീപക്ഷത്ത് നിന്ന് അല്ലെങ്കിൽ സ്വതന്ത്ര ചിന്തകരുടെ പക്ഷത്ത് നിന്ന് ഉള്ള ചിന്തകള്, അവരുടെ ആലോചനകള്, ഇതൊക്കെ നമുക്ക് തുറന്ന മനസ്സോടെ കേൾക്കാം. അവരുടെ സ്ത്രീപക്ഷ സമീപനങ്ങൾ എന്താണ്, അല്ലെങ്കിൽ മതം സ്ത്രീകളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന നിയന്ത്രണങ്ങൾ എന്തൊക്കെയാണ്, അത് എപ്രകാരം മാറുവാനാണ് അവർ ആഗ്രഹിക്കുന്നത്, ഇതൊക്കെ നമുക്ക് തുറന്ന സമീപനത്തോടെ കേൾക്കാം. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് വളരെ സ്നേഹത്തോടെയും ആദരവോടെയും ശ്രീമതി ജാമിത ടീച്ചറെ സംസാരിക്കാനായിട്ട് ക്ഷണിക്കുകയാണ്. ഈ ക്ഷണം സ്വീകരിച്ചിവിടെ എത്തിയതിൽ നന്ദി അർപ്പിച്ചുകൊണ്ട് ശ്രീമതി ജാമിത ടീച്ചറെ ക്ഷണിക്കുന്നു. താങ്ക് യു. എന്നാലും നിങ്ങളുടെ വലിയൊരു ഉദ്യമമാണ്. തീർച്ചയായിട്ടും അത് വിജയിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം വരും തലമുറ കേൾക്കാൻ ആഗ്രഹിക്കുന്നത്
വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളാണ്, വ്യത്യസ്തമായ ചിന്തകളാണ്, ശാസ്ത്രബോധങ്ങളാണ്. അതുകൊണ്ട് ഈ ഒരു ഉദ്യമത്തിന്റെ 4ാം ദിവസത്തിലേക്ക് എന്നെ ക്ഷണിച്ചതിന് എല്ലാ സംഘാടകർക്കും ഹൃദ്യമായ നന്ദി രേഖപ്പെടുത്തുന്നു. ആദ്യമായി തന്നെ ഞാനൊരു ഇസ്ലാം മത വിശ്വാസിയായിരുന്നു. ഞാൻ പഠിച്ചത് ഇസ്ലാം മത ഗ്രന്ഥങ്ങളാണ്. അതിനകത്തെ ഒരുപാട് ഡിസ്ക്രിമിനേഷൻസ് ഉണ്ടായിരുന്നു, എമ്പാടും, ആണിനും പെണ്ണിനും ഒക്കെ തന്നെ. അതിൽ നിന്നും വിഭിന്നമല്ല മറ്റു മതങ്ങളും മതഗ്രന്ഥങ്ങളും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്റെ വീട്ടിൽ ഞാൻ 13ാമത്തെ മകളായിരുന്നു. പെൺകുട്ടികൾ ആൺകുട്ടികൾ എന്നുള്ള വിവേചനത്തോടു കൂടി തന്നെയാണ് വളർന്നത്. പെൺകുട്ടികൾ ഉറക്കെ സംസാരിക്കാൻ പാടില്ല, പെൺകുട്ടികൾക്ക് ഉമ്മറത്തേക്ക് സ്ഥാനമില്ല, അവർ തറയിൽ കിടക്കണം, ആൺകുട്ടികൾ കട്ടിലിൽ. അങ്ങനൊക്കെ തന്നെയായിരുന്നു പണ്ടുകാലങ്ങളിൽ ഉണ്ടായിരുന്നത്. ഇനി മതഗ്രന്ഥങ്ങൾ എടുത്തു വെച്ച് നോക്കിയാൽ അതിലും അത് തന്നെയാണ് കാണാൻ കഴിയുന്നത്. മദ്രസകളിൽ പോകുമ്പോൾ മദ്രസകളിലാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുകൾ എല്ലാ മുസ്ലിം പെൺകുട്ടികളും അനുഭവിച്ചു വരുന്നത്. അവിടെ പഠിക്കാൻ ചെല്ലുമ്പോൾ ഉസ്താദുമാര് കാണിക്കുന്ന ഒരുപാട് വഷളത്തരങ്ങൾക്ക് പലപ്പോഴും സാക്ഷിയാകേണ്ടി വന്നിട്ടുണ്ട്. ഒറ്റ മുണ്ടെടുത്തുകൊണ്ടാണ് ഉസ്താദുമാർ കുട്ടികളെ പഠിപ്പിക്കാൻ വരുന്നത്. പെൺകുട്ടികളാണെങ്കിൽ കുട്ടികളുടെ ഏറ്റവും അടുത്തു വന്നിരുന്നാണ് പഠിപ്പിക്കുന്നത്. കൈക്രിയകൾ ചെയ്യാനും ഇവർക്ക് യാതൊരു മടിയുമില്ല. ഇനി ഇവരെങ്ങാനും പിടിക്കപ്പെട്ടാലോ ലോകത്തൊരാളും അറിയുകയുമില്ല. ആ ചുമരുകൾക്കകത്ത് മാത്രം നിൽക്കും. അദ്ദേഹത്തെ പറഞ്ഞ് മനസ്സിലാക്കി അദ്ദേഹത്തെ അവിടെ നിന്ന് പറഞ്ഞു വിടും. ഇദ്ദേഹം അടുത്തത് ചെല്ലുന്നത് മറ്റൊരു ജില്ലയിലെ വേറൊരു മഹലിലെ ഒരു മദ്രസയിലായിരിക്കും. അവിടെയും ഇതുപോലെയുള്ള ഇരകൾ ധാരാളം ഉണ്ടാകും. അങ്ങനെയായിരുന്നു പണ്ടുള്ള കാലങ്ങളിൽ ഉണ്ടായിരുന്നത്. അപ്പോഴൊക്കെ ഞാൻ ചിന്തിക്കുമായിരുന്നു, ഇവർ മതം പഠിച്ചവരാണല്ലോ, മതം പഠിച്ചവർ, മതം പഠിപ്പിക്കുന്നവർ. അപ്പോൾ ഇവർക്ക് നാളെ പരലോകമുണ്ട്, അങ്ങനെ ഒരു വിചാരണയുണ്ട്, ശിക്ഷയുണ്ട്, രക്ഷയുണ്ട്, സ്വർഗം, നരകം, ഖബർ. ഇതിലൊക്കെ ശരിക്കും ഇവർ വിശ്വാസികളായിരിക്കുമോ എന്ന് ചിന്തിക്കുമായിരുന്നു. ഏറ്റവും കൂടുതൽ പുകവലിക്കുന്ന ആൾക്കാരെ കണ്ടിട്ടുള്ളത് മദ്രസ ഉസ്താദുമാരെ തന്നെയായിരുന്നു. ഇവരുടെ പുകവലി കാരണം നമ്മൾ വല്ലാതെ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. പിന്നെ ഡെസ്കിന്റെ പുറത്ത് കയറി ഒറ്റമുണ്ടും ഉടുത്ത് കാലിന്റെ പുറത്ത് കാലുമിട്ടിരിക്കുന്ന ഉസ്താദുമാർ അപ്പോൾ കാലിങ്ങനെ മാറ്റിക്കൊണ്ടേയിരിക്കും. എന്താണ് ഉദ്ദേശമെന്ന് അറിയില്ല. ഞാൻ അറബി കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഒരു ഉസ്താദിനെ അങ്ങനെ ഞാൻ എന്റെ കയ്യിലിരുന്ന പേന എടുത്ത് കൃത്യമായിട്ട് ആ മർമ്മസ്ഥാനത്തേക്ക് എറിഞ്ഞിട്ടുണ്ട്. അങ്ങനെ അയാൾ എന്നെ പിന്നീട് ഒരുപാട് ശിക്ഷിച്ചു, പണിഷ്മെന്റ് ഒക്കെ തന്നു. അതിനെ അവർക്ക് പറ്റൂ. അങ്ങനെ പിന്നീട് വിവാഹം കഴിച്ചു. വിവാഹത്തിൽ ഒരിക്കലും ഒരു മുസ്ലിം പെണ്ണിന് യാതൊരു വിധമായ പങ്കാളിത്തവുമില്ല. ഇന്നും അത് തന്നെയാണ് നടക്കുന്നത്. അപ്പോൾ ഞാൻ ഗർഭിണിയായിരിക്കുന്നു. എന്റെ ഭർത്താവ് വന്ന് പറയുന്നു ഭർത്താവിന്റെ ഒരു സുഹൃത്തിനോട്, എന്റെ ഭാര്യ പ്രസവിക്കുന്നത് പെൺകുഞ്ഞാണെങ്കിൽ ഞാൻ നിന്റെ മകന് വിവാഹം കഴിച്ചു തരാം. ഞാൻ പ്രസവിക്കുന്നത് പെൺകുഞ്ഞാണെങ്കിൽ ആ കുട്ടി പുറത്തേക്ക് വരുന്നത് മുതൽ ഈ ഭർത്താവ് വാക്ക് പറഞ്ഞ ആളിന്റെ ഭാര്യയാണ്. അതാണ് ഇസ്ലാമിക നിയമം. അതൊക്കെ എന്നെ ഒരുപാട് ഇരുത്തി ചിന്തിപ്പിച്ച വിഷയങ്ങളാണ്. വിവാഹം, വീട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്ന ഒരാളുടെ മുന്നിൽ കഴുത്ത് നീട്ടിക്കൊടുക്കാൻ വിധിക്കപ്പെട്ട അറവ് മാടിനെ പോലെയുള്ള ജന്മമാണ് പെണ്ണിന്റേത്. പിന്നീട് പ്രവാചകൻ പറഞ്ഞു, പെണ്ണ് എന്ന് പറഞ്ഞാൽ പുരുഷന്റെ കാൽപാദത്തിന്റെ അടിയിലാണ് അത്രേ സ്വർഗം. അള്ളാഹുവിന് പുരുഷന്റെ കാലിന്റെ അടിയിൽ തന്നെ സ്വർഗം സൃഷ്ടിക്കാൻ സാധിക്കും. കാരണം അള്ളാഹു ഉണ്ടാക്കിയ ഗ്രന്ഥത്തിൽ ഉടനീളം പെണ്ണ് എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡറി ആണ്, ഒരു 2ാം പൗരയായി. പല സ്ഥലങ്ങളിലും പെണ്ണിനെ ഒരു മനുഷ്യനായി പോലും ഇസ്ലാം ഉൾക്കൊള്ളുന്നില്ല. പലരും ചോദിക്കും, എന്തുകൊണ്ടാണ് നിങ്ങൾ മറ്റു മതങ്ങളെ കുറിച്ച് പറയാത്തത്? ഇസ്ലാം മതത്തെ മാത്രം നിങ്ങൾ ഇങ്ങനെ എന്തുകൊണ്ടാണ് ഒരു വർഗശത്രുവിനെ പോലെ ഇങ്ങനത്തെ വിവേചനങ്ങൾ പറഞ്ഞ് വിമർശിച്ചു കൊണ്ടേയിരിക്കുന്നത് എന്ന്? എന്റെ കുടുംബം ഇസ്ലാമാണ്. എന്റെ ഉമ്മ, വാപ്പച്ചി, എന്റെ ഇത്താമാര്, എന്റെ സഹോദരന്മാര്, എന്റെ മാമ, മാമി, ഭർത്താവ്, മക്കള്, ഇവരെല്ലാവരും ഉള്ള മതത്തെ ഞാൻ സ്നേഹിക്കുന്നു. ആ മതത്തിലെ ഇത്തരം വിഷയങ്ങളെ ഞാൻ അങ്ങേയറ്റം വെറുക്കുന്നു. ഒരു ധാർമ്മികതയുള്ള ഒരു ഇന്ത്യൻ പൗര എന്ന നിലയിൽ ഈ ജനാധിപത്യ രാജ്യത്ത് മതേതരത്വം ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തീർച്ചയായിട്ടും ഞാൻ അതിനെതിരെയുള്ള ശബ്ദങ്ങൾ ഉയർത്തിക്കൊണ്ടേയിരിക്കും അവസാനം വരെ. അപ്പൊ പെണ്ണിനെ ഏതു നിലയിലും ഒരു തരത്തിലും ഒരു മനുഷ്യനായി പോലും അംഗീകരിക്കാത്ത ഈ മതത്തെ കുറിച്ച് കൂടുതൽ പഠിക്കാൻ നിർബന്ധിതയായപ്പോൾ പെണ്ണൊരിക്കലും ഒരു പുരുഷനെയും തെരഞ്ഞെടുക്കാൻ ഇസ്ലാമിൽ ഒരു റൈറ്റുമില്ല. എന്നാലോ ഇസ്ലാം പെണ്ണിനേറെ സ്വാതന്ത്ര്യം നൽകുന്ന മതമാണ് എന്നാണ് പൊതുവെ പറയാറുള്ളത്. അപ്പോൾ നമ്മുടെ വിഷയം മത സ്വാതന്ത്ര്യമാണ്. മതങ്ങൾ
സ്ത്രീകൾക്ക് നൽകുന്ന സ്വാതന്ത്ര്യമാണ്. ഞാൻ ഏറ്റവും കൂടുതൽ പഠിച്ച വിഷയത്തെ കുറിച്ചിട്ടാണല്ലോ ഞാൻ വിമർശിക്കേണ്ടത്. ഇംപ്ലിമെന്റ് ചെയ്യാനാണെങ്കിൽ, ഫോളോവർ ആകാനാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കേട്ടാൽ മതി, മനസ്സിലാക്കിയാൽ മതി, ഫോളോ ചെയ്യാം. പക്ഷേ ഒരു വിഷയത്തെ വിമർശിക്കണമെങ്കിൽ ക്രിട്ടിസൈസിങ് ചെയ്തിട്ടുള്ള പഠനം അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഏറ്റവും കൂടുതൽ പഠിച്ചതും അനുഭവിച്ചതും പഠിപ്പിച്ചതും പരിശീലിച്ചതും പരിശീലനം നൽകിയതുമൊക്കെ ഈ മതത്തെ ആണ്. അതുകൊണ്ടാണ് ഞാൻ ഈ മതത്തെ പറയാൻ നിർബന്ധിതയാകുന്നത്. ഇപ്പോ എന്തെങ്കിലും നമുക്കൊരു നന്മ കിട്ടിയാൽ നമ്മൾ അത് ആദ്യം കൊടുക്കുന്നത് നമ്മുടെ കുടുംബക്കാർക്ക് തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ എന്റെ കുടുംബം നന്നായി കാണാൻ ആഗ്രഹിക്കുന്നു. എന്റെ കുടുംബത്തിന്റെ വിമർശനങ്ങൾ മറ്റുള്ളവർ പറയുന്നതിനേക്കാൾ ഉപരി ഞാൻ പറയുന്നു അത് നന്നായി കാണാൻ. കാരണം എന്റെ കുട്ടികൾ ഒരു തെറ്റ് ചെയ്താൽ ആ കുട്ടികളെ ഞാൻ ശിക്ഷിക്കും, മറ്റൊരാൾ ശിക്ഷിക്കാതിരിക്കാൻ. അതുകൊണ്ട് എന്റെ മതത്തിന്റെ ന്യൂനതകൾ പഠിച്ച് ഞാൻ പറയുമ്പോൾ പല പാസ്റ്റർമാർക്ക്, സ്വാമിമാർക്ക്, മൗലവിമാർക്ക് ഒക്കെ കൊള്ളുന്നുണ്ട്, അത് എന്റെ കുഴപ്പമല്ല എന്ന് കരുതി ഞാനത് പറയാതിരിക്കുകയുമില്ല. അപ്പൊ നമ്മൾ വന്നത് വിവാഹത്തിലേക്കാണ്. വിവാഹത്തില് ഇവർ കാണിച്ചു തരുന്ന ഒരു പുരുഷൻ, അദ്ദേഹം ഇനിയും വയസ്സനാകട്ടെ, അദ്ദേഹം എന്തെങ്കിലും മെന്റലി ഡിപ്രസ്ഡ് ആയിട്ടുള്ള ഒരാളാകട്ടെ, അല്ലെങ്കിൽ സ്വഭാവ വൈകല്യമുള്ള ആളാകട്ടെ, അതായത് യു ഡോണ്ട് ബോദർ അബൌട്ട് ഇറ്റ്. അതിനെ കുറിച്ചിട്ടൊന്നും ഒരു പെണ്ണ് ചിന്തിക്കാൻ പാടില്ല, മറുചോദ്യം പറയാൻ പാടില്ല. ഇവര് കാണിച്ചു തരുന്ന ആളിന്റെ പിന്നാലെ പോയിക്കോണം. ഇനി അദ്ദേഹവുമായി യോജിച്ചു പോകാൻ സാധിക്കാത്ത സാഹചര്യം വന്നാൽ ഒരു രക്ഷയുമില്ല, ഒരു വാതിലിലും ഒരു പെണ്ണിന് മുട്ടാൻ കഴിയില്ല. ഞാൻ ഈ യുക്തിവാദത്തിന്റെ സ്റ്റാൻഡിലേക്ക് വരാനുണ്ടായ വളരെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്റെ വിവാഹമായിരുന്നു. കാരണം എന്നേക്കാൾ 22 വയസ്സ് കൂടിയ ഒരാളെ ഫാമിലി മുഴുവനും മെന്റലി ഡിസോർഡർ ആയിട്ടുള്ള ഒരു കുടുംബത്തിലേക്കാണ് എന്നെ വിവാഹം കഴിച്ചയച്ചത്. ഒരു ഞായറാഴ്ച വൈകുന്നേരമായിരുന്നു എന്റെ വിവാഹം. പിറ്റേ ദിവസം രാവിലെ ഒരു പെണ്ണ് കരഞ്ഞു കലങ്ങിയ കണ്ണുകളോടെ വിവാഹമോചനത്തിന് വേണ്ടി അവരെ കെട്ടിച്ചുവിട്ട സ്ഥാപനത്തിലേക്ക് ആശ്രയിച്ച് ചെല്ലുന്നു എന്ന് പറഞ്ഞാൽ മക്കളുള്ളവരുടെ ഹൃദയം അലിയണം, സഹോദരങ്ങളുള്ള സഹോദരന്മാരുടെ ഹൃദയം അലിയണം. ഒരു മനസ്സിലാക്കിയില്ല. അവര് 4-5 പേര് ചുറ്റിനും ഇരുന്ന് ഒരു ബുക്കും പേപ്പറും എടുത്തു വെച്ച് എന്താണ് പ്രശ്നം, എന്താണ് സംഭവിച്ചത്, ഇതൊക്കെ കേട്ട് ആസ്വദിക്കാനിരിക്കുന്ന കുറച്ച് വിഡ്ഢിക്കോമരങ്ങളെയാണ് ഞാൻ അവിടെ കണ്ടത്. ഞാൻ ആരോടാണ് എന്റെ പ്രയാസം പറയേണ്ടത്? അവർക്കറിയേണ്ടത് ആദ്യ രാത്രിയെ കുറിച്ചിട്ടായിരുന്നു. അപ്പോ ഇവരോടൊക്കെ എങ്ങനെയാണ് ഞാൻ എന്റെ പ്രശ്നങ്ങൾ പറയുക? തിരിച്ചു വന്നു എന്റെ സഹോദരങ്ങളോട് പറഞ്ഞു. അപ്പൊ അവരൊക്കെ എനിക്ക് പറഞ്ഞു തന്നത്, പുരുഷനാകുമ്പോൾ ചെളി കണ്ടാൽ ചവിട്ടും, വെള്ളം കണ്ടാൽ കഴുകും. ഈ ചെളി എന്താ, പെണ്ണിന് ചവിട്ടാൻ പാടില്ലേ? പെണ്ണെന്റെ വെള്ളത്തിൽ കഴുകിയാൽ ചെളി മാറത്തില്ലേ എന്ന ചിന്തയാണ് എന്നിൽ ആദ്യം മുതലെടുത്തത്. പിന്നീട് വനിതാ കമ്മീഷനിൽ എനിക്ക് ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു, മനുഷ്യാവകാശ കമ്മീഷനിൽ സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു, ഒരുപാട് വക്കീലന്മാർ സുഹൃത്തുക്കളായിട്ടുണ്ടായിരുന്നു. ഇവരെയൊക്കെ സമീപിച്ചു. ഇവരൊക്കെ പറഞ്ഞത് അള്ളാഹുവിന്റെ സിംഹാസനം കുലുങ്ങുമത്രേ ഭൂമിയിൽ ഒരു ഡിവോഴ്സ് നടന്നാല്. പെണ്ണ് ആണിനെ ഒഴിവാക്കിയാലേ അള്ളാഹുവിന്റെ സിംഹാസനം കുലുങ്ങത്തുള്ളൂ. എന്നെ ഈ നരകത്തിൽ പിടിച്ചിട്ടിട്ട് അള്ളാഹുവിന് അവിടെ ഉറച്ചിരിക്കണോ എന്ന ചിന്തയാണ് എനിക്കൊരു സ്പാർക്ക് ഉണ്ടാക്കിയത്. അപ്പോ തന്നെ ഞാൻ അദ്ദേഹത്തോട് കയർത്ത് സംസാരിച്ചു, ഉസ്താദിനോട്. അങ്ങനെ ഞാൻ ഇനി തിരിച്ചു പോന്നു. പിന്നീട് ഒരു കൽപ്പറ്റക്കാരനായ ഒരു അധ്യാപകൻ എന്നെ കൗൺസിലിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നു. അദ്ദേഹത്തിനും അറിയേണ്ടത് സെക്സ് ചുവയിലുള്ള സംസാരങ്ങൾ മാത്രമായിരുന്നു. ഒടുവിൽ അവനെയും തന്തയ്ക്ക് വിളിച്ച് പോന്നു. പിന്നീട് നിയമപരമായ പോരാട്ടമാണ് നടത്തിയത്. എവിടെയൊക്കെ പോയിട്ടും മുസ്ലിം സ്ത്രീക്ക് പുരുഷനിൽ നിന്നും വിവാഹമോചനം ചെയ്യാൻ ഒരു വകുപ്പുകളുമില്ല. ഒടുവിൽ 1939 ഫസക് ആക്ട്, ശരീഅത്ത് നിയമമെടുത്തു, പഠിച്ചു. നോക്കുമ്പോ ജനാധിപത്യ രാജ്യമാണ്, മതേതരത്വ ഭരണ സംവിധാനമാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ ഇന്ത്യയിൽ ജീവിക്കുമ്പോൾ if the parties were Muslim, the rule of law shall be the Muslim personal law, ബ്രാക്കറ്റിൽ ശരീഅത്ത്. മുസ്ലിമാണ് കക്ഷിയെങ്കിൽ അവർക്ക് ശരീഅത്ത് നിയമമാണ്. അപ്പൊ നമ്മൾ വിചാരിക്കും ശരീഅത്ത് നിയമം എന്ന് പറഞ്ഞാൽ തലയ്ക്കകത്ത് എന്തെങ്കിലും ആളുതാമസമുള്ളവർ എഴുതി ഉണ്ടാക്കിയതാണോ? അല്ല. പണ്ടു കാലങ്ങളിൽ 4 മദ്ഹബുകളാണ് നിലവിലുള്ളത്: ഷാഫി, ഹനഫി, ഹംബലി, മാലിക്കി. ഇതിൽ ഹനഫി മദ്ഹബ് പ്രകാരം, അഭിപ്രായം എന്നാണ് മദ്ഹബിന്റെ അർത്ഥം, ഓരോ പണ്ഡിതന്മാർ ഓരോ കാര്യങ്ങൾ എഴുതി വെക്കും, അതങ്ങനെ തൊണ്ട തൊടാതെ വിഴുങ്ങുന്ന കുറച്ചധികം ആൾക്കാർ. അതിലേതെങ്കിലും ഒന്ന് പിൻപറ്റിയാലേ മുസ്ലിം ആകുമെന്നായിരുന്നു ഒരു കാലത്ത് ഇസ്ലാം മത വിശ്വാസികളുടെ വിശ്വാസം. അങ്ങനെ ഇവരുടെ നിഹായ എന്നൊക്കെ പറയുന്ന ചില പുസ്തകം, ആ പുസ്തകം DF മുള്ള എന്ന് പറയുന്ന ഒരു പാർസി അഡ്വക്കേറ്റ്, അദ്ദേഹം ഇത് ഒരു 308 പരം വകുപ്പുകളാക്കി, 310 പരം വകുപ്പുകളാക്കി ഒരു പുസ്തകമാക്കി. അത് പ്രിൻസിപ്പൽസ് ഓഫ് മുഹമ്മദൻ ലോ എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്. അത് നിയമപരമായി ആരും അംഗീകരിച്ചതോ ആരെങ്കിലും നിരീക്ഷണ പഠന ഗവേഷണത്തിനൊടുവിൽ എഴുതിയതോ അല്ല.
ആ പുസ്തകമാണ് ഇന്നും കോടതികളിൽ ശരീഅത്ത് നിയമമായിട്ട് എടുക്കുന്നത്. അതായത് നീൽ ബെഞ്ചമിൻ ഹെയ്ലിയുടെ കാലഘട്ടത്തിൽ ഔറംഗസീബ് രാജാവ് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ട പുസ്തകം മാത്രമാണിത്. അപ്പൊ ഈ പുസ്തകമാണ് ഇന്ന് ശരീഅത്ത് നിയമമായിട്ട് എടുക്കുന്നത്. അതിലെ 308 വകുപ്പുണ്ട്. ആ വകുപ്പ് അനുസരിച്ച് എനി മുഹമ്മദൻ ഓഫ് സൗണ്ട് മൈൻഡ് ഹു ഹാസ് അറ്റൈൻഡ് പ്യൂബർട്ടി, ഒരു മുഹമ്മദീയന് അവന്റെ ഭാര്യയെ ഏത് സമയം വേണമെങ്കിലും വിത്തൗട്ട് അസൈനിങ് എനി കോസ് ഒഴിവാക്കാം, ഒരു കാരണവും കൂടാതെ ഒഴിവാക്കാം. അതെന്താ അങ്ങനെ ഒരു നിയമം? പെണ്ണിന് വിവാഹമോചനം നേടാൻ ഇസ്ലാമിൽ പറ്റില്ല. എന്നാൽ പുരുഷൻ ഒരു കാരണവും വേണ്ട. കഞ്ഞിവെള്ളത്തിൽ ഉപ്പ് പോരാ, ഇന്ന് മീൻകറി മുളകിട്ട് വെച്ചില്ല, തേങ്ങ അരച്ച് കറി വെച്ചു, ഞാൻ വന്നപ്പോ പെട്ടെന്ന് വാതിൽ തുറന്നു തന്നില്ല, എന്റെ കുട്ടി കറുത്തിരിക്കുന്നു, ഞാൻ വെളുത്തവനാണ്, ഇനി മദ്യലഹരി ആയിരുന്നാലും ഒരു പ്രശ്നവുമില്ല, പുരുഷന് സ്ത്രീയെ ഒഴിവാക്കാം. അതാണ് ഇസ്ലാമിക നിയമം. പിന്നെ സ്ത്രീയെ എത്ര സബ്സ്റ്റിറ്റ്യൂട്ടേഴ്സ് വേണമെങ്കിലും ആക്കാം, ഒരു പുരുഷന് 4 വരെ ആക്കാം. പിന്നെ ഇസ്ലാമിക പണ്ഡിതന്മാർ ഖുർആനിലെ 4-ാം അധ്യായം 3-ാമത്തെ വാചകം അനുസരിച്ച് വഇൻ ഖിഫ്തും അല്ലാ തുഖ്സിതു ഫിൽ യതാമ ഫൻകിഹു മാ തവബ ലക്കും മിനൻ നിസാഇ മസ്ന വസുലാസ വറുബാഅ. ഒരു പുരുഷൻ അനാഥയുടെ കാര്യത്തിൽ നീതി പാലിക്കാനാവില്ലെങ്കിൽ അവരെ വിട്ടേക്ക്. പിന്നെ മറ്റു നീ ആഗ്രഹിക്കുന്ന സ്ത്രീകളിൽ നിന്നും 2 3 4 സ്ത്രീകളെ വിവാഹം കഴിക്കാം. ഇതാണ് ഇസ്ലാമിക സ്വാതന്ത്ര്യം. അതിന് ഇമാം അത്തൊബരിയെ പോലെയുള്ള ഖുർആൻ വ്യാഖ്യാതാക്കൾ നൽകിയ വ്യാഖ്യാനം, ഒരു തവണ കെട്ടുമ്പോൾ 2+2 4 വിവാഹം കഴിക്കാം. അടുത്തത് കെട്ടുമ്പോൾ 3+3 6 വിവാഹം കഴിക്കാം. അടുത്ത തവണ കെട്ടുമ്പോൾ 4+4 8 വിവാഹം. അങ്ങനെ മൊത്തത്തില് 18 വിവാഹം വരെ കഴിക്കാം എന്ന് വ്യാഖ്യാനിച്ച ആൾക്കാരുണ്ട്. അപ്പൊ പെണ്ണിന് ഇസ്ലാമിൽ ഒരു നിയമം, ആണിന് ഒരു നിയമം. അപ്പൊ പുരുഷന് ഒരു കാരണവും ഇല്ലാതെ സ്ത്രീകളെ ഒഴിവാക്കാം. അപ്പൊ സ്ത്രീക്കോ 1939 ഫസക് ആക്ട് എടുത്തു. തലയുള്ളവൻ ഉണ്ടാക്കിയ നിയമങ്ങളാണ് ഇതൊക്കെ. ഇതിനെയൊക്കെ ഓവർകം ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിം സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഇമ്പോസിബിൾ ആണ്. നോക്കുമ്പോ ഒരു പുരുഷൻ 2 വർഷം വരെ സ്ത്രീകൾക്ക് ചെലവിന് കൊടുക്കാതിരിക്കണം. അതായത് 23 മാസം ചെലവിന് കൊടുക്കാതിരുന്നിട്ട് 2 രൂപയ്ക്ക് 1 കിലോ റേഷനരി വാങ്ങിക്കൊണ്ട് കൊടുത്താൽ ഇനിയും ഈ പെണ്ണ് 24 മാസം കാത്തിരിക്കണം. ഫിസിക്കൽ റിലേഷന് 3 വർഷം പരാജയപ്പെടണം. ഈ പരാജയം ആരോടാണ് സബ്മിറ്റ് ചെയ്യേണ്ടത്, ആരെ ഇരുത്തിയിട്ടാണ് വിജയവും പരാജയവും കാണിച്ചു കൊടുക്കേണ്ടത് എന്നൊന്നും ചോദിച്ചു കളയരുത്. കാരണം ഈ നിയമം ഉണ്ടാക്കിയത് ഞാനോ എന്റെ വാപ്പയോ ഒന്നും അല്ല. ഇത് തലയുള്ള ഇസ്ലാമിക പണ്ഡിതന്മാരുണ്ടാക്കിയ നിയമങ്ങളാണ്. പിന്നെ 3-മതായിട്ടുള്ള നിയമം, വിവാഹം കഴിക്കുമ്പോൾ ഈ പുരുഷൻ നപുംസകമായിരിക്കണം, ട്രാൻസ്ജെൻഡർ ആയിരിക്കണം. ഇതേ അവസ്ഥ തന്നെ 3 വർഷം തുടരണം. എന്നാലേ പെണ്ണിനെ വിവാഹമോചനം ചെയ്യാൻ പറ്റും. പിന്നെ ഈ പുരുഷന്റെ ക്രൂവാലിറ്റി തെളിയിക്കണം. ഇപ്പൊ പുരുഷൻ സ്ത്രീയെ അടിച്ച് കണ്ണ് പൊളിച്ചു എന്ന് വിചാരിക്കാം. കോടതിയിൽ ഇങ്ങനെ കേസ് പറഞ്ഞ് പോകുമ്പോഴേക്ക് ഇതിന്റെ അടയാളം പോലും ഉണ്ടാവില്ല. അപ്പോ എലി നിന്നിടത്ത് പുല്ല് പോലും ഇല്ല എന്നുള്ളൊരവസ്ഥ ചെയ്യും. ഇനിയുള്ള ഒരു നിയമമാണ് അതിലേറെ രസം. 7 വർഷം ഒരു മുസ്ലിം പുരുഷൻ ബന്ധിയായിരിക്കണം. അതല്ലെങ്കിൽ അദ്ദേഹം ജയിൽവാസം അനുഭവിച്ചിരിക്കണം, കാണാനില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അയാളെ വിവാഹമോചനം നടത്താം, കുഴപ്പമില്ല. ഇത്തരം തെളിവുകൾ എവിടെ പോയി കണ്ടുപിടിക്കും? എങ്ങനെ കണ്ടെത്തും? ഇത്തരം നിയമങ്ങൾ ഫോളോ ചെയ്ത് ഏതെങ്കിലും ഒരു സ്ത്രീക്ക് വിവാഹമോചനം നേടാൻ സാധിക്കുമെന്ന് തോന്നുന്നുണ്ടോ? നടക്കില്ല. അപ്പോ പുരുഷന് ഏത് സമയത്തും പറ്റും, സ്ത്രീക്ക് പറ്റില്ല. പിന്നെ ഇസ്ലാം മത വിശ്വാസികളുടെ പൊതുവെയുള്ള ഒരു തള്ളുണ്ട്. ഇസ്ലാം മതം നൽകുന്നത് പോലെയുള്ള സ്വാതന്ത്ര്യം മറ്റൊരു മതവും സ്ത്രീകൾക്ക് നൽകിയിട്ടില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്ന ഇസ്ലാം മതം, ഈ പണ്ഡിതന്മാര് പഠിച്ച പ്രമാണങ്ങൾ തന്നെയാണ് ഞാനും പഠിച്ചത്. അവരേത് വ്യാഖ്യാനങ്ങളാണോ എടുക്കുന്നത് അതേ വ്യാഖ്യാനം തന്നെയാണ് ഞാനും എടുക്കുന്നത്. അവര് പഠിക്കുന്ന ഹദീസ് തന്നെയാണ് ഞാനും പഠിക്കുന്നത്. ഖുർആനിനും ഹദീസിനും ഒരു മാറ്റവുമില്ല. 6 ഹദീസ് ഗ്രന്ഥങ്ങളാണുള്ളത്, സിഹാഹു സിത്ത എന്നറിയപ്പെടുന്ന ഗ്രന്ഥങ്ങൾ. ഇതിലൊന്നും സ്ത്രീയെ ഒരു മനുഷ്യനായി പോട്ടെ, ഒരു ജീവനുള്ള ഒരു ജീവിയായി പോലും അനുവദിക്കാത്ത, കാണാത്ത ഒരു മതത്തെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അത് പോട്ടെ, അത് മനുഷ്യന്മാർ എഴുതിയുണ്ടാക്കിയതാണെന്ന് പറയാം. എന്നാൽ വാനലോകത്തിരിക്കുന്ന സൃഷ്ടാവുണ്ടാക്കിയ മതത്തിന്റെ നിയമങ്ങളോ അത് അതിലേറെ വിശ്വസിക്കണോ അവിശ്വസിക്കണോ എന്നറിയാതെ നമ്മൾ ആകെ കൺഫ്യൂസ്ഡ് ആയി പോകുന്ന രൂപത്തിലുള്ള നിയമങ്ങളാണ് പടച്ചിറക്കിയത്. അള്ളാഹു തന്നെ പറയുന്നത് 4-ാം അധ്യായം സൂറത്തുൽ നിസാ 223-ാമത്തെ വാചകം,
ഖുർആൻ പറയുന്നത് നിസാഉൻ, സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ ഹർസുലക്കും, നിങ്ങളുടെ കൃഷിയിടങ്ങളാണ്. ഫഅ്തു ഹർസക്കും അന്നാ ശിഅ്തും, ആ കൃഷിയിടത്തിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ നിങ്ങൾ അവരെ സമീപിച്ചു കൊള്ളുക. എന്താണ് കാരുണ്യവാനായ റബ്ബ് പറഞ്ഞത്? എന്തിനോടെല്ലാം സ്ത്രീകളെ ഉപമിക്കാം. പക്ഷേ ഇസ്ലാം സ്ത്രീകളെ ഉപമിച്ചത് കാരുണ്യവാനായ, കരുണാനിധിയായ, നീതിമാനെന്ന് ഉറക്കെ പറയുന്ന ഈ പടച്ചവൻ സ്ത്രീകളെ ഉപമിച്ചത് കൃഷിയിടത്തോടാണ്. എന്നിട്ട് എന്താ പറഞ്ഞത്? ഫഅ്തു ഹർസക്കും അന്നാ ശിഅ്തും, നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും അവരെ സമീപിച്ചോ, കൃഷി ഏതുവഴി വേണമെങ്കിലും. അപ്പോ കൃഷി സ്ഥലം ആണ് പെണ്ണ്. ഈ കാർഷിക വിളകൾ ആർക്ക് സ്വന്തമാണ്? പുരുഷന് സ്വന്തമാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പൊതു സിവിൽ കോഡിന് വേണ്ടി വാദിക്കുന്നത്. അതായത് ഇന്ന് നിലവിലുള്ള നിയമം അനുസരിച്ച് ഗാർഡിയൻഷിപ്പ് പുരുഷന് മാത്രമാണ്, പാരന്റിറ്റി പുരുഷന് മാത്രമാണ്, സ്ത്രീക്കില്ല. ഇസ്ലാമിന്റെ ഈ നിയമം നിൽക്കുന്നത് കൊണ്ടാണ്. 1937 പ്രിൻസിപ്പൾസ് ഓഫ് മുഹമ്മദ് ലോ അതനുസരിച്ചിട്ടാണ്. അപ്പോ അല്ല മുസ്ലിം ഒരു ലോ ഉണ്ട്, മുസ്ലിം ലോ ആണത്, 1937 ലോ ആണ്. അതിനനുസരിച്ചിട്ട് പെണ്ണിന് കുട്ടികളോട് ഒരു തരത്തിലുള്ള ഗാർഡിയൻഷിപ്പും നൽകിയിട്ടില്ല. അപ്പൊ അത്തരത്തിലൊരു നിയമമാണ് ഇതിലുള്ളത്. എന്തുകൊണ്ടാണ് ഖുർആനിൽ ഈ നിയമം കിടക്കുന്നത്? കൊണ്ടാണ്. പെണ്ണ് കൃഷിയിടമാണ്, കാർഷിക വിളകൾ ഉൽപ്പാദിപ്പിക്കാനുള്ള. അങ്ങനെ ഒരുപാട് കൃഷിയിടങ്ങൾ സ്വന്തമായിട്ടുണ്ടായിരുന്ന വലിയൊരു ജന്മി ഉണ്ടായിരുന്നു അറേബ്യയിൽ. ആ ജന്മിയുടെ പേരാണ് മുഹമ്മദ്. അദ്ദേഹം ഒരുപാട് കൃഷിയിടങ്ങളുള്ള ആളായിരുന്നു. പക്ഷേ കൃഷിയിടങ്ങളെയൊക്കെ അദ്ദേഹം സ്വന്തമായി കൊണ്ട് നടന്നെങ്കിലും ഒരുപാട് കാർഷിക വിളകളൊന്നും ഉൽപ്പാദിപ്പിച്ചില്ല. കാരണം ഏതു മണ്ണാണ് കൃഷിക്ക് അനുയോജ്യം എന്ന് വളരെ നന്നായി മണ്ണിനെ കുറിച്ച് അറിയുന്ന ആളായിരുന്നു മുഹമ്മദ് നബി. മുഹമ്മദ് നബിയെ കുറിച്ച് തന്നെ ഇസ്ലാമിക ഗ്രന്ഥങ്ങളിലുള്ളത് ആരും നനച്ച് നട്ടു വളർത്താത്ത ഈത്തപ്പന എന്നാണ്. അതായത് ഉമ്മ ഉപ്പ ഒക്കെ ആരെന്നറിയാത്ത വ്യക്തി എന്ന രൂപത്തിലാണ് ഇസ്ലാം അദ്ദേഹത്തെ പരിചയപ്പെടുത്തുന്നത്. അപ്പോ പെണ്ണിനെ കൃഷിയിടത്തോട് ഉപമിച്ച ഈ പടച്ചവനെ ബുദ്ധിയും വിവേകവും ചിന്തയും ബോധ്യവും അന്വേഷണത്വരയുമുള്ള ഒരു സ്ത്രീ എങ്ങനെ കാണും? കാരണം ഞാൻ എന്ന് പറയുന്ന ഭൂമി വെറും ഒരു കൃഷിയിടം മാത്രമാണ്. ഇതിൽ വിത്ത് വിതയ്ക്കലാണ് എന്റെ ഭർത്താവിന്റെ ജോലി. അതിനെ ഒരുപാട് ഇസ്ലാമിക വ്യാഖ്യാതാക്കൾ, പണ്ഡിതന്മാർ പറയുന്നത് മുസ്ലിം സ്ത്രീയെ എങ്ങനെ കിടത്തണം എന്ന് വരെ പറയുന്ന ഇസ്ലാമിക പ്രഭാഷകരുണ്ട്. പച്ചയ്ക്ക് മൈക്ക് കെട്ടി ഉച്ചത്തിൽ വിളിച്ചു പറയാണ്, സ്ത്രീകളെ മുന്നിൽ കൂടിയോ പിന്നിൽ കൂടിയോ പിൻഭാഗത്തു കൂടിയോ ഇരുന്നു കൊണ്ടോ നിന്നുകൊണ്ടോ ഒക്കെ ഭോഗിക്കാം. കാരണം ഈ മതത്തിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഒളിപ്പില്ലായ്മയാണ്. എന്തും ആരോടും വിളിച്ചു പറയാൻ, എന്തിനേയും ന്യായീകരിക്കാൻ പ്രത്യേകമായ പെയിന്റടികളുമായി വരുന്ന ഒരു വിഭാഗമാണ് ഈ ഇസ്ലാം മതവിശ്വാസികൾ. സാധാരണ ക്രിസ്ത്യൻ ഹിന്ദുസിലൊക്കെ ആണെങ്കിൽ നമ്മളൊരു കാര്യം പറഞ്ഞാൽ അവർക്ക് ഉൾക്കൊള്ളാൻ സാധിക്കും. ഇപ്പോ മാതാപിതാക്കളുടെ അനന്തര സ്വത്തിന്റെ വിഷയം 2014 കേരള ഗവൺമെന്റ് തന്നെ പാസ്സാക്കിയ ഒരു നിയമമാണ്. ഒരു പുരുഷൻ മരിച്ചു, അയാളുടെ സമ്പത്ത് അമ്മയ്ക്കും കിട്ടും, ഭാര്യയ്ക്കും കിട്ടും, മക്കൾക്കും കിട്ടും. ഈ അമ്മ വയസ്സുകാലത്ത് അമ്മയ്ക്ക് എന്തിനാണ് സമ്പത്ത്? ആ അമ്മയുടെ സമ്പത്ത് കൂടി മരിച്ച മകന്റെ മക്കൾക്ക് കൊടുക്കണം. അവര് സ്വാതന്ത്ര്യം ചെയ്യുവാൻ നിയമത്തിൽ. അതുപോലെ സതി സമ്പ്രദായം നിർത്തലാക്കിയപ്പോൾ ഒരുപാട് അട്ടഹാസങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. രജപുത്ര സ്ത്രീകൾ റോഡിൽ ഇറങ്ങി ധർണ നടത്തിയിരുന്നു. അതൊക്കെ ഓവർകം ചെയ്യാൻ അന്നത്തെ ഒരു വിഭാഗം ആൾക്കാർക്ക് സാധിച്ചു. അതുപോലെ ക്രിസ്ത്യൻ മതവും അതെ ഹവ്വയെ പാപത്തിന്റെ സന്തതിയായിട്ടാണ് കാണുന്നത്. ഇപ്പം ആദമിനെ പഴം കഴിക്കാൻ പ്രേരിപ്പിച്ചത് കൊണ്ടാണ് ഹവ്വയ്ക്ക് ആർത്തവം ഉണ്ടായത് എന്ന് വരെ പറയുന്ന വിശ്വാസികളുണ്ട്. അപ്പം ഞാൻ ഇസ്ലാം മതത്തെ മാത്രം വിമർശിക്കുമ്പോൾ മറ്റു മതങ്ങളെല്ലാം ശരിയാണ് എന്നൊന്നും എനിക്ക് അഭിപ്രായമേ ഇല്ല. അപ്പോ ഇത്തരത്തിലാണ് മതങ്ങൾ മുമ്പോട്ട് വെക്കുന്ന സ്ത്രീകളെ കുറിച്ചിട്ടുള്ള ആശയങ്ങളും സങ്കല്പങ്ങളും. ഇത്തരത്തിലാകുമ്പോൾ ഞാൻ എങ്ങനെയാണ് എന്റെ സൃഷ്ടാവിനെ ആരാധിക്കുന്നത്? എങ്ങനെയാണ് നീതി പുലർത്തുന്നത്? കാരണം അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിൽ ഞാനും പുരുഷനും, അതായത് ഒരു സ്ത്രീയും പുരുഷനും തുല്യ പങ്കാളിത്തമുള്ളവരാണ്. എന്നിരിക്കെ എന്നെ ദുർബലയായി സൃഷ്ടിക്കുക, പിന്നീട് ആ ദൗർബല്യം എടുത്തു പറഞ്ഞുകൊണ്ട് പുരുഷനെ മേന്മയുള്ളവനാക്കുക,
നാലാം അധ്യായം സൂറത്തുൻ നിസാ 23 വാചകത്തിലൊക്കെ വരുമ്പോഴേക്ക് നമുക്ക് കാണാം അർരിജാലു ഖവ്വാമൂന അലൻ നിസാ, പുരുഷന്മാർ സ്ത്രീകളുടെ മേൽ നിയന്ത്രണ അധികാരമുള്ളവരാണ്. എന്താണ് കാരണം? പുരുഷനാണത്രേ കായിക ശേഷി കൂടുതലുള്ളത്. ഞാനത് അംഗീകരിക്കുന്നില്ല. കാരണം അവർക്ക് അവസരങ്ങളുടെ അഭാവമാണുള്ളത്. ഇന്ന് പുരുഷൻ സഞ്ചരിക്കുന്ന, അവർ കീഴടക്കുന്ന എല്ലാ മേഖലകളിലും സ്ത്രീകളും വിജയം കൈവരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് സ്ത്രീകളെ വീണ്ടും രണ്ടാം കിട ചരക്കായി ഈ മതങ്ങൾ കാണുന്നത്? പല മതങ്ങളും, അതായത് ഇപ്പൊ നമുക്ക് നിലവിലുള്ളത് സെമിറ്റിക് മതങ്ങളാണ്. ഈ മതങ്ങളുടെ ഒക്കെ അവസ്ഥ അങ്ങനെ തന്നെയാണ്. ഇപ്പോ ഒരു പാസ്റ്റർ ഉണ്ട്, പക്ഷെ എന്തുകൊണ്ടാണ് ഒരു ക്രിസ്ത്യൻ പെണ്ണ് ആ സ്ഥാനത്തേക്ക് വരാത്തത്? പൂജാരി ഉണ്ട്, എന്തുകൊണ്ടാണ് ഒരു ഹിന്ദു പെണ്ണ് ആ രീതിയിലേക്ക് വരാത്തത്? മുസ്ലിയാരുണ്ട്, എന്തുകൊണ്ടാണ് ഒരു മുസ്ലിയാരത്തി ഉണ്ടാകാത്തത്? ഇതൊക്കെ പുരുഷന്മാർ അവരുടെ ആധിപത്യം സ്ഥാപിക്കുന്നതിന് വേണ്ടി അവർക്ക് വേണ്ടി എഴുതി പിടിപ്പിച്ച നിയമ സംഹിതകളാണ് മതങ്ങൾ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയതും പഠിച്ചതും ഇസ്ലാം മതത്തെ കുറിച്ചിട്ടാണ്. അത് ഞാൻ പിന്നെയും പറയേണ്ടി വരുന്നത് അതുകൊണ്ടാണ്. കാരണം ഇസ്ലാമിനെ മാത്രം വിമർശിക്കുന്നു എന്നുള്ള ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്ത് വരാനിടയുണ്ട്, അപ്പൊ വന്നുകൊണ്ടും ഇരിക്കുന്നുണ്ട്. അപ്പൊ ഇസ്ലാം മതത്തിൽ സ്ത്രീക്ക് ഒരു ചാണകത്തിന്റെ വില പോലുമില്ല. ഒരു പശുവിനെ ഒരാൾ വളർത്തിയാൽ ആ പശുവിനെ വിറ്റും അവര് ചാണകം, പാല്, ഇങ്ങേറ്റം തൊലി വരെ അവർക്ക് വിറ്റു കാശാക്കാം. പക്ഷെ അത്ര പോലും ഒരു വില ഒരു മുസ്ലിം പെണ്ണിനില്ല. ഇവളെ കഷ്ടപ്പെട്ട് പഠിപ്പിക്കുന്നു, വളർത്തുന്നു, ഇതെല്ലാം ചെയ്യുന്നു, കെട്ടിച്ചു കൊടുക്കുമ്പോൾ മരണം വരെ ഈ പെണ്ണിന് ജീവിക്കാനുള്ളതെല്ലാം കൊടുക്കാൻ മതവിശ്വാസികൾ തയ്യാറാകണം, മാതാപിതാക്കൾ. അങ്ങനെ ഒരു അവസ്ഥയിലേക്കാണ് ഇന്ന് എത്തി നിൽക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് പറയാൻ കഴിയും, ഇസ്ലാം മതത്തിൽ ഒരു തരത്തിലുള്ള നീതിയും സ്ത്രീകൾക്ക് അനുവദിച്ചു നൽകുന്നില്ല. അപ്പോ പടച്ചിറബ് തന്നെ പറയാണ്, സ്ത്രീകളെ നിങ്ങൾ നിയന്ത്രിച്ചോളാൻ പുരുഷന്മാരോട് പറയും. ഇനി സ്ത്രീകൾ എങ്ങാനും മതം വിട്ടാലോ പറയാനുമില്ല. നമുക്ക് ഈ പോയിന്റിൽ നിന്നുകൊണ്ട് തന്നെ പറയാം. അപ്പൊ സ്ത്രീകൾ എന്തുകൊണ്ടാണ് ദുർബലരായത്? അവർക്ക് പീരീഡ്സ് ആകുമ്പോൾ നമസ്കരിക്കാൻ കഴിയില്ല, അതുപോലെ നോമ്പ് പിടിക്കാൻ, ഹജ്ജ് ചെയ്യാൻ ഒന്നും കഴിയില്ല. അതുകൊണ്ട് അവർക്ക് ആരാധനാ കർമ്മങ്ങളിൽ കൂടുതലായി എൻഗേജ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് അവർക്ക് ദീന് കുറവാണ്. പിന്നെ ഹദീസുകളിലുണ്ട്, സ്ത്രീ എന്ന് പറഞ്ഞാൽ പുരുഷന്റെ ഏറ്റവും മുകളിലുള്ള ദുർബലമായ വാരിയലിൽ നിന്നാണ് സ്ത്രീയെ സൃഷ്ടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അത് പെട്ടെന്ന് പിടിച്ച് നോക്കാൻ ശ്രമിച്ചാൽ ഒടിഞ്ഞു പോകും. സ്ത്രീയെ വക്രതയോടുകൂടി നീ അനുഭവിക്കുക. എന്താണ് പടച്ചോൻ ഇങ്ങനെ? അപ്പൊ നമുക്ക് മക്കളുള്ളതിൽ ഒരാള് കണ്ണുപൊട്ടനോ ചെകിടനോ വികലാംഗനോ ആണെന്നിരിക്കട്ടെ, നമുക്ക് തോന്നുമോ ആ കുഞ്ഞിന്റെ ആ കുറവുകൾ എടുത്തു പറയാം? നമ്മൾ കൊടുത്തതല്ല കുറവ്, എന്നാലും നമുക്ക് തോന്നുമോ ആ കുറവുകൾ എടുത്തു പറഞ്ഞുകൊണ്ട് അവനെ അപമാനിക്കാൻ, അവനെ വേദനിപ്പിക്കാൻ? അത്ര പോലും നീതി സ്ത്രീകളോട് കാണിക്കാത്ത ഒരു രക്ഷിതാവാണ് പടച്ചിറപ്പ്. പിന്നെ ഇസ്ലാമിലെ നീതി, ഒരു പുരുഷന് 4 വിവാഹം വരെ ഒറ്റയടിക്ക് കഴിക്കാം. 18 വരെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്, ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞല്ലോ. അതായത് ഒരു പെണ്ണിനെ വേണ്ടാന്നത്. അപ്പോ അവർക്ക് കുറച്ച് നരച്ചിട്ടുണ്ട്, അതല്ലെങ്കിൽ കുറച്ച് ധിക്കാരമാണ്, ഞാൻ പറയണമെന്ന് കേൾക്കുന്നില്ല. അതായത് എന്റെ ഒരു മുക്കിൽ നിന്ന് ചലവും ഒരു മുക്കിൽ നിന്ന് ചോരയും വന്നാൽ അത് നക്കി തുടച്ചാലും എന്നോടുള്ള ബാധ്യത സ്ത്രീകൾക്ക് തീരില്ല എന്ന് പടച്ചവൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അത്രമാത്രം പദവിയാണ് പുരുഷനുള്ളത്. അങ്ങനെ ഒരു സ്ത്രീയെ എന്തെങ്കിലും ഒരു അനിഷ്ടം തോന്നിയാൽ ഉടനെ ഇയാൾക്ക് അവരെ ഒഴിവാക്കാൻ ഒരു കാരണവും വേണ്ട. എന്നിട്ട് ആ കുറവ് നികത്താൻ മറ്റൊരാളെ ഈ മേഖലയിലേക്ക്, ഈ സ്ഥാനത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ഒരു പ്രശ്നവുമില്ല. ഈ 4 സ്ത്രീകളുടെ നീതി എവിടെയാണുള്ളത്? അവർക്കും ഇല്ലേ ആഗ്രഹങ്ങൾ, സ്വപ്നങ്ങൾ, അവകാശങ്ങൾ? ഇതൊന്നും ഇസ്ലാമിന് പ്രശ്നമേ അല്ല. 6 വയസ്സിൽ, ഇപ്പോൾ സോഷ്യൽ മീഡിയകളിൽ കത്തി നിൽക്കുന്ന ഒരു വിഷയമാണ് 6 വയസ്സിലുള്ള മുഹമ്മദ് നബിയുടെ വിവാഹം. അതായത് മുഹമ്മദ് നബിക്ക് 53 വയസ്സും ആയിഷയ്ക്ക് 6 വയസ്സും. ഈ വിവാഹം ഇന്ന് മീഡിയകളിൽ കത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇതിനെ ഏറ്റവും കൂടുതൽ വിമർശിച്ച, പഠിച്ച ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് എനിക്ക് പറയാൻ കഴിയും, ഈ കാലഘട്ടത്തിൽ ഇവര് എത്ര കോട്ടിട്ട് ന്യായീകരിച്ച് വെളുപ്പിക്കാൻ ശ്രമിച്ചാലും വെളുക്കാത്ത, ന്യായീകരിക്കാൻ സാധിക്കാത്ത ഒരു വിഷയമാണ് മാനവരിൽ മഹോന്നതനായ മുഹമ്മദ് നബിയുടെ 53 വയസ്സിലെ 6 വയസ്സുകാരിയുമായുള്ള വിവാഹം. അപ്പൊ ഇവര് പറയും ഇത് ഇനിയും തീർന്നില്ല, എത്തിയിരുത്തില്ല. കാരണം ഇത് പ്രമാണങ്ങളിൽ എത്ര കാലങ്ങളോളം നിലനിൽക്കുന്നോ,
എത്ര കാലം ഇത് പ്രമാണമായിട്ട് അംഗീകരിക്കുന്നു, എത്ര കാലം ഇത് മുസ്ലിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ തയ്യാറാകുന്നോ, നിർബന്ധിതരാകുന്നോ, അക്കാലം അത്രയും ഇത് വിമർശിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. ആ വിഷയത്തിൽ എനിക്ക് യേശു എന്ന മനുഷ്യനെ ഇഷ്ടമാണ്, ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ. കാരണം അദ്ദേഹം പറഞ്ഞത് പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന്. നല്ല ലോജിക്കുള്ള മനുഷ്യനാണ്. ആ വിഷയത്തിൽ അദ്ദേഹത്തിന് എനിക്ക് വളരെ ഇഷ്ടമാണ്. കാരണം സ്നേഹമായിരുന്നു അദ്ദേഹം മുന്നോട്ട് വെച്ചത്. ഇപ്പോ ഒരു ക്രിസ്ത്യൻ വേദി ആയതുകൊണ്ടല്ല ഞാനിത് പറയുന്നത്, ഞാനത് ഇസ്ലാമിക വേദികളിലും പറഞ്ഞിട്ടുണ്ട്. ഈവൻ ചാനൽ ചർച്ചകളിൽ പോലും ഞാൻ ഈ വിഷയം പറഞ്ഞിട്ടുണ്ട്. സ്നേഹം അദ്ദേഹം മുമ്പോട്ട് വെച്ചു. പക്ഷേ മുഹമ്മദ് നബിയുടെ ബയോളജിക്കൽ ഹിസ്റ്ററി നമ്മൾ എടുത്താൽ കൊള്ളയും കൊലയും, സർവോപരി പെണ്ണുങ്ങളെ ഇങ്ങനെ കയ്യിലിട്ട് അമ്മാനമാടിയിരുന്നു സ്ത്രീ ജീവിതത്തെ, കാൽ കീഴിലിട്ട് ചവിട്ടി അരച്ചിരുന്നു സ്ത്രീ ജീവിതത്തെ. അങ്ങനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരുപാട് വിഷയങ്ങളുണ്ട് ഇതിൽ പറയാൻ. അപ്പൊ പ്രവാചകൻ ഒരിക്കലും ഒരു സ്ത്രീക്കും സ്വാതന്ത്ര്യം നൽകിയിരുന്നേ ഇല്ല. സ്വാതന്ത്ര്യം കക്ഷിക്ക് അലർജി ആയിരുന്നു ഇസ്ലാമില്. അതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോ എന്റെ വീട്ടിൽ എല്ലാവരും ഓർത്തഡോക്സ് ആയിട്ടുള്ള വിശ്വാസികളാണ്. ഒരു സാരി ഉടുക്കാൻ, ഒരു കുപ്പിവള ഇടാൻ, ഒരു പാവാട ഉടുക്കാൻ, ഒന്ന് പൗഡർ ഇടാൻ ഒന്നും ഒരു തരത്തിലുള്ള അവകാശങ്ങളോ സ്വാതന്ത്ര്യങ്ങളോ നൽകിയിട്ടില്ലാത്ത ആൾക്കാരാണ്. അതുപോലെ എന്റെ സിസ്റ്റേഴ്സ് ഒക്കെ അടിമ ജീവിതം നയിക്കുന്നവരാണ്. ഭർത്താവ് അടിക്കും, അവനിങ്ങനെ പഞ്ചപുച്ഛമടക്കി ജോലിയുണ്ട്, ശമ്പളം വാങ്ങിക്കുന്നുണ്ട്, വലിയ ശമ്പളം, ഭർത്താവിനേക്കാൾ വലിയ ശമ്പളം. എന്നാലും അടിമ ജീവിതം നയിക്കാൻ നിർബന്ധിതരായവർ. സഹോദരങ്ങളുടെ മക്കൾ എഞ്ചിനീയർ, അതുപോലെ BSc നഴ്സിംഗ് ഒക്കെ പാസ്സായ ആൾക്കാരുണ്ട്. എന്നാലും ഭർത്താവിന്റെ മുമ്പിൽ പഞ്ചപുച്ഛമടക്കി നിൽക്കാൻ വിധിക്കപ്പെട്ടവർ. ഇസ്ലാമിന്റെ നീതി അങ്ങനെയാണ്, ഇസ്ലാമിന്റെ നിയമം അങ്ങനെയാണ്. ഇപ്പൊ വാപ്പ മരിച്ചു, പെണ്ണ് പുറത്തിറങ്ങാൻ പാടില്ല, പെണ്ണ് പുറത്തിറങ്ങാൻ പാടില്ല. ഭർത്താവിന്റെ അനുമതി ഇല്ലാതെ പെണ്ണ് പുറത്തിറങ്ങാൻ പാടില്ല. 5 കാര്യങ്ങൾക്ക് പെണ്ണിനെ അടിക്കാം എന്ന് ഇസ്ലാമിക ഗ്രന്ഥങ്ങളിലുണ്ട്, കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിലുണ്ട്. അതായത് എന്ന കിതാബിൽ ഒരു കർമ്മശാസ്ത്ര ഗ്രന്ഥമാണ്. അതിൽ പറഞ്ഞിട്ടുണ്ട് പെണ്ണിനെ 5 വിഷയങ്ങൾക്ക് അടിക്കാം. 1, ഫിസിക്കൽ റിലേഷന് വിളിച്ചു, വന്നില്ല, അടി. അത് കഴിഞ്ഞ് കുളിക്കാതെ കിടന്നു, അടി. നമസ്കരിച്ചില്ല, അടി. സൗന്ദര്യം പ്രകടമാക്കി കാണിച്ചു തന്നില്ലെങ്കിൽ അടി. ഇയാളുടെ അനുവാദമില്ലാതെ പുറത്തു പോയാൽ എല്ലാത്തിനും അടിയോടടി. അപ്പോൾ ഇതൊക്കെ പെണ്ണിന് തിരിച്ചുമില്ലേ? പെണ്ണിനൊരാവശ്യം വന്നു, അയാൾ വിളിച്ചിട്ട് വന്നില്ല, പുളിങ്കമ്പ് വെട്ടി അവനെയും അടിക്കണ്ടേ? അതാണ് ഞാൻ ചോദിക്കുന്നത്. പിന്നെ ഇവളോട് പറയാതെ ഒരിടത്ത് പോയാൽ അവനെയും അടിക്കണ്ടേ? കാരണം അവന്റെ സ്വാതന്ത്ര്യം പോലെ തന്നെയല്ലേ ഇവിടത്തെ സ്വാതന്ത്ര്യം. എല്ലാ വിഷയത്തിലും അതെ. പ്രവാചകൻ സ്വർഗവും നരകവും കണ്ടു. ഒരു ദിവസം ഉറങ്ങിക്കിടക്കായിരുന്നു. ഇതുപോലൊരു ഉഡായിപ്പുള്ള ഒരു കാര്യങ്ങള് ഇസ്ലാമിലല്ലാതെ വേറെ ഒരു മതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. മറ്റു മതങ്ങളിലൊക്കെ ഒരുപക്ഷെ കഥയെന്നോ ഇതിഹാസമെന്നോ പുരാണങ്ങളെന്നോ ഒക്കെ പറയാമായിരുന്നു. ഇത് പടച്ചു നൽകിയതാണല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് ആകെയുള്ള ഒരു സമാധാനം. നബി കിടന്ന് ഉറങ്ങിയപ്പോ കിലോമീറ്ററുകളോളം നബി സഞ്ചരിക്കുവാണ്. ഇസ്രാ മിഅ്റാജ് എന്നാണ് അതിന് പറയുന്നത്. ആകാശാരോഹണവും രാത്രിയാത്രയും. രാത്രിയാണ് ഇസ്ലാമിൽ എപ്പോഴും നമുക്ക് നോക്കുമ്പോൾ പടച്ചോന്റെ കള്ളനായിട്ടാണ് കാണുന്നത്. കാരണം രാത്രിയുടെ 3-1 കഴിയുമ്പോൾ 12 മണി കഴിയുമ്പോൾ കക്ഷി താഴോട്ട് ഇറങ്ങി വരും, ആരെയും പേടിച്ചിരിക്കുന്നത് പോലെ. ഇനി കക്ഷിക്ക് വേണ്ടിയിട്ട് ആൾക്കാർ ഇങ്ങനെ വെട്ടിയും കുത്തിയും ചത്താലും കക്ഷി അവിടെ അനങ്ങത്തില്ല. ഇങ്ങനെ രാത്രി. പിന്നെ കക്ഷിക്ക് എപ്പോഴും ഇഷ്ടം ആൾക്കാർ ഇങ്ങനെ നെഞ്ചിലിടിച്ച് നിലവിളിക്കുന്നതിനോടാണ് താല്പര്യം. കരച്ചില് കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു പടച്ചോൻ. കരഞ്ഞു വിളിച്ചാലേ കക്ഷി അലിയൂ, എന്നാലോ തൊഴുന്തോറും തൊഴിക്കുകയും ചെയ്യും. പോട്ടെ. അപ്പൊ മുഹമ്മദ് നബി അങ്ങനെ പോവുകയാണ് ആകാശാരോഹണം. പോയപ്പോ കുറേയധികം പെണ്ണുങ്ങള്, ഈ പെണ്ണുങ്ങളെ ബ്രസ്റ്റിൽ കൊളുത്തിട്ട് വലിച്ചിരിക്കുകയാണ്. എന്താ അവര് ചെയ്ത തെറ്റ്? അപ്പൊ മുഹമ്മദ് നബിക്ക് ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിട്ട് ഗൈഡായിട്ട് ജിബ്രീൽ പോയിരുന്നു. അപ്പൊ ജിബ്രീലിനോട് ചോദിച്ചാൽ, ജിബ്രീൽ ഇത് എന്താ വിഷയം? അതെ, ഇവരെ അറാം പറന്ന പെൺകുട്ടികളെ പ്രസവിച്ച, അറാം പറന്ന കുഞ്ഞുങ്ങളെ പ്രസവിച്ചവരാ. അതായത് പാപ്പ ആരെന്ന് കൃത്യമായിട്ട് അറിയാത്ത മക്കളെ പ്രസവിച്ചവരാണ്. അതുകൊണ്ടാണ് അവരുടെ ബ്രസ്റ്റിൽ കൊളുത്തിട്ട് വലിച്ചിരിക്കുന്നത്. കക്ഷി തിരിച്ചു വന്നു. സ്വാഭാവികമായിട്ടും ഒരു ചോദ്യമില്ലേ? ഈ സ്ത്രീ മാത്രം വിചാരിച്ചാൽ അങ്ങനെ ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ പറ്റുമോ? അപ്പോൾ ഇതിനൊരു പുരുഷനും കൂടെ ഇല്ലേ? അപ്പോൾ ആ പുരുഷനും എവിടെയെങ്കിലും സാധ്യമാകുന്ന സ്ഥലത്ത് ഒരു കൊളുത്തിടണ്ടേ? ഏറ്റവും കൊളുത്തിടാൻ നല്ലത് പുരുഷനല്ലേ? അവർക്ക് കൊളുത്തിടാൻ പറ്റിയ അവയവങ്ങളും ഉണ്ടല്ലോ. പ്രവാചകൻ ചോദിച്ചില്ല, മിണ്ടാതിഞ്ഞു പോന്നു. ഇതാണ് ഇസ്ലാമിന്റെ നീതി. നബിയുടെ അടുത്തേക്ക് ഒരു സ്ത്രീ വന്നു, ഞാൻ വ്യഭിചരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. ആരാ നിന്നെ വ്യഭിചരിപ്പിച്ചത് എന്ന് ചോദിക്കണ്ടേ? ആരാണ് നിന്നെ നശിപ്പിച്ചത് എന്ന് ചോദിക്കണ്ടേ? ഇല്ല, എറിഞ്ഞങ്ങ് കൊന്നു. 1-2 വട്ടം മടക്കിയൊക്കെ അയച്ചു. ഇങ്ങനെ തിരിഞ്ഞു, ഇങ്ങനെ തിരിഞ്ഞു.
ഏറ്റവും കൂടുതൽ എറിഞ്ഞു കൊല്ലേണ്ടുന്ന വ്യക്തിയോടാണ് വന്നി ചോദിക്കുന്നത്. കാരണം മുട്ടിലിഴയുന്ന കുഞ്ഞിനോട് പോലും വിവാഹം ആലോചിച്ചാലോ എന്നാലോചിക്കുന്ന ഒരു വ്യക്തി. ഈ വ്യക്തിയെ നമുക്കൊന്നും പറയാൻ പറ്റില്ല. കാരണം ഇങ്ങനെ ആക്കിയത് ആരാണ്? അള്ളാഹു. കാരണം 33-ാം അധ്യായം സൂറത്തുൽ അഹ്സാബ് 50-ാമത്തെ വാചകത്തിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. 50-ാമത്തെ വാചകത്തില്, അതായത് നബിക്ക് ഉമ്മയും പെങ്ങളും മകളും ഒഴികെ ബാക്കി എല്ലാവരെയും അനുവദിച്ചു നൽകുന്ന ഒരു രക്ഷിതാവ്. അതായത് കുഞ്ഞുമാട മോള്, അമ്മയുടെ അനിയത്തി, അമ്മയുടെ ജ്യേഷ്ഠത്തി, അച്ഛന്റെ അനിയൻ, അച്ഛന്റെ ജ്യേഷ്ഠൻ, അതുപോലെ അമ്മയുടെ സഹോദരന്മാര്, അച്ഛന്റെ സഹോദരിമാര്, എല്ലാവരുടെ മക്കളും മുഹമ്മദ് നബിക്ക് അള്ളാഹു അനുവദിച്ചു നൽകി. ഇതിൽ പരം ഒരു ഗുണം ആരെങ്കിലും ചെയ്യുമോ? ഇത്രയും മുഹമ്മദ് നബിക്ക് ഏറ്റവും പ്രോഫിറ്റ് ഉള്ള മതമായിരുന്നു ഇസ്ലാം, വളക്കൂറുള്ള മണ്ണുമായിരുന്നു. കാരണം നബിക്ക് വേണ്ടത് പണവും പെണ്ണും അധികാരവുമായിരുന്നു. ഇത് മൂന്നും നേടാൻ പഠിച്ചവൻ നന്നായി കൂട്ടുനിൽക്കുകയും ചെയ്തു. എന്നിട്ട് 33-50 അള്ളാഹു പറയാണ്, ഇനി പുറത്തുനിന്നൊരു സ്ത്രീകളുണ്ടല്ലോ, പാപ്പയുടെ ഉമ്മയുടെ ബന്ധുക്കളല്ലേ ഇപ്പൊ കിട്ടിയിട്ടുള്ളൂ, പുറത്തുനിന്നുള്ള പെണ്ണുങ്ങളെ എന്ത് ചെയ്യും? അപ്പൊ ഒരു കാര്യം ചെയ്യും, ഒരു സ്ത്രീ സ്വന്തം ശരീരം നിനക്ക് ദാനം ചെയ്താൽ അതും നീ സ്വീകരിച്ചോ. നമ്മൾ വിചാരിക്കും അയ്യോ അങ്ങനൊക്കെ ചെയ്യുന്നവരുണ്ടോ? ഉണ്ടെന്നേ. ആയിഷയ്ക്ക് അവരെ ശക്തമായിട്ട് വിമർശിച്ചിട്ടുണ്ടെന്ന്. അങ്ങനെ നബിക്ക് ദാനം ചെയ്യാൻ ശരീരങ്ങളുടെ നീണ്ട നിരയായിരുന്നു. അങ്ങനെ അള്ളാഹു അങ്ങനെയൊക്കെ ഓരോ ഉപകാരങ്ങൾ ചെയ്ത ആളാണ് മുഹമ്മദ് നബി. അതുകൊണ്ടാണ് മുഹമ്മദ് നബി മാനവീയത്തിൽ മഹോന്നതനായത്. നബിയിൽ ഉത്തമമായ മാതൃകയുള്ളത് അതുകൊണ്ടാണ്. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. ഈ പ്രവാചകനിൽ, സ്ത്രീലമ്പടനായ ഈ പ്രവാചകനിൽ ഉത്തമമായ മാതൃകയുണ്ട് എന്ന് പറയുന്ന വിശ്വാസികളെ നമ്മൾ എന്ത് ചെയ്യും? 6 വയസ്സുള്ള കുഞ്ഞിനെ ചെറുകുട്ടിയായി കാണാനുള്ള 53-ാമത്തെ വയസ്സിൽ കാമം തോന്നി ഇറുക്കിപ്പിടിച്ച് കിടത്തിയിട്ട് തുണിയിൽ പലതും ചുരണ്ടിയെടുത്തു എന്നും ഒരുമിച്ച് കുളിച്ചതും ഒക്കെ ആയിട്ട് ഹദീസുകളിലുണ്ട്, ഇസ്ലാമിക പ്രമാണങ്ങളിലുണ്ട്. ഈ കാമവെറിയനായ കക്ഷിയെ മാനവരിൽ മഹോന്നതനാക്കിയില്ലേ റബ്ബ്? 33-ാം അധ്യായം 51-ാമത്തെ വാചകം. നിനക്ക് നീതിയൊന്നും പാലിക്കേണ്ട മുഹമ്മദ്, ഇഷ്ടമുള്ളവരെ അടുപ്പിച്ചോ, ഇഷ്ടമില്ലാത്തവരെ അകറ്റിക്കോ, ഒരു പ്രശ്നവുമില്ല, കൊടുക്കുന്നത് കൊണ്ട് തൃപ്തിപ്പെട്ടോണം. എന്നിട്ട് ഇനി എങ്ങാനും മുഹമ്മദ് ഈ പെണ്ണുങ്ങൾ കൂടുതൽ മുട കാണിച്ചാൽ, ജാട കാണിച്ചിട്ടുണ്ടെങ്കിൽ ഉടനെ അള്ളാഹു ആയത്തിറക്കും, ഏയ് നിങ്ങൾക്ക് പകരം ഇതിനേക്കാൾ നല്ലവരായ സ്ത്രീകളെ ഞാൻ കൊടുക്കും. സുന്ദരികളായ, നബിക്ക് സൗന്ദര്യ വീക്ക്നെസ് ആയിരുന്നു, സുന്ദരികളായ സ്ത്രീകളെ ഞാൻ കൊടുക്കും. അതുകൊണ്ട് നബി തരുന്നത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിച്ചു. ശരി, അങ്ങനെയാണ് ഇത്രയധികം സ്ത്രീകൾ ഇദ്ദേഹത്തിന്റെ അടിമത്വത്തിൽ ജീവിക്കേണ്ടി വന്നത്. ഇനിയും 53 അള്ളാഹു പറയാണ്, ഇനി കെട്ടണ്ടാട്ടോ, ഇനി കെട്ടണ്ട. കാരണം എന്താ? മതി. എന്താ കാരണം? ഇനി മറ്റു സ്ത്രീകളിൽ നിനക്ക് കൗതുകം തോന്നിയാലും ഇനി നീ കെട്ടണ്ട. കെട്ടാൻ അനുവാദം കൊടുത്തപ്പോ കക്ഷി ഒന്ന് കെട്ടല് തന്നെ കെട്ടല്. 22 സ്ത്രീകളുടെ പേരുകൾ ഞാൻ പറഞ്ഞുതരാം. മുഹമ്മദ് നബിയുടെ ഭാര്യമാർ, പിതാവിന്റെ പേര് ഉൾപ്പെടെ പറയണോ? ബാക്കി കാര്യങ്ങൾ പറയാനുണ്ടോ? അപ്പൊ അത്രയധികം സ്ത്രീകളെ, ഈ സ്ത്രീകളുടെ സ്വാതന്ത്ര്യം എവിടെ പോയി? അതായത് ഇവർക്ക് ഒരുപക്ഷെ വേറെ ഒരു പുരുഷനുമായിട്ട് ഒത്തുജീവിക്കണം. ഈ ജീവിതത്തില് ഈ സ്ത്രീകളൊന്നും പ്രസവിച്ചിട്ടില്ല, പക്ഷെ നല്ല വില്ലനായിരുന്നു. അതുകൊണ്ട് കാർഷിക ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാതെ കൃഷി ചെയ്യാനും നല്ല അഗ്രഗണ്യനായിരുന്നു മുഹമ്മദ് നബി. ഏത് മണ്ണിലാണ് ഫലഭൂയിഷ്ടി ഉള്ളത് എന്ന് വ്യക്തമായിട്ട് നബിക്ക് അറിയാമായിരുന്നു എന്ന് സാരം. അങ്ങനെ എന്നിട്ട് 33-ൽ 53 അള്ളാഹു നല്ല നമ്പർ 1 ഒരു പോയിന്റ് അങ്ങോട്ട് ഇട്ടു. അതെ, നിങ്ങൾ ആരും മുഹമ്മദ് നബിയുടെ വീട്ടിലേക്ക് വലിഞ്ഞു കയറി വരണ്ട. നബിയുടെ വീട്ടിൽ വരുന്ന ആൾക്കാരിൽ അതീവ ശ്രദ്ധയും ടെൻഷനും ഉണ്ടായിരുന്നത് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഭക്ഷണത്തിന് ക്ഷണിക്കപ്പെട്ടാലല്ലാതെ നിങ്ങൾ ആരും അവിടേക്ക് വലിഞ്ഞു കയറണ്ട. ഇനിയും ക്ഷണിക്കപ്പെട്ടിട്ട് വന്നാലോ തിന്നോണം, പൊയ്ക്കോണം, അവിടെ സൊറ പറഞ്ഞിരുന്ന സമയം കളയണ്ട. മുഹമ്മദ് നബിക്ക് ഒരുപാട് ജോലിയുള്ളതാ. ഇത് പറയാൻ നബിക്ക് നാണക്കേടാ, നബിക്ക് ലജ്ജയുണ്ട്. അടച്ചും പറയണം, ഞാൻ നാണമില്ലാത്തവനാണ്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ആരും കൂടെ വലിഞ്ഞു വരണം. നമ്മൾ ആരെങ്കിലും ഗസ്റ്റുകളോട് അങ്ങനെ പറയുമോ? നബിക്ക് പറയാൻ പറ്റാത്തത് കൊണ്ട് നബി ഒരു മീഡിയേറ്ററെ വെച്ച് പറയിപ്പിക്കുവാണ്. ഇനി വേറൊരായത്തുണ്ട്, നബിയെ കാണാൻ ആരെങ്കിലും വന്നാൽ പാരിതോഷികങ്ങൾ കൊണ്ടുവരണം.
സ്വന്തമായിട്ട് പറയാൻ പറ്റാത്തത് കൊണ്ട് അള്ളാഹുവിനെ ഇങ്ങനെ തന്ത്രപൂർവ്വം മീഡിയേറ്റർ ആക്കാണ്. എന്നിട്ട് ആരും വരാതായി. അലി അടക്കം മരുമകന വരാതായി. ഉടനെ ആയത്തിറക്കി, ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ വന്നു, കാരണം ഈ ഇതൊന്നും അവിടെ വിജയിക്കത്തില്ല എന്ന് ഏതാണ്ട് മനസ്സിലായി. അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം മുഹമ്മദ് നബി, അദ്ദേഹത്തിന് ഒരു വളർത്തുമകനുണ്ട്, സെയ്ദ് എന്നാണ് പേര്. സെയ്ദിന്റെ വീട്ടിലേക്ക് വരാണ് സെയ്ദിനെ കാണാൻ. വരുമ്പോ ഉണ്ട് സെയ്ദിന്റെ ഭാര്യ സൈനബ്. അപ്പൊ ഈ സെയ്ദിനെ എടുത്ത കാര്യം ഞാൻ പറഞ്ഞല്ലോ. സെയ്ദ് ഒരു വളർത്തുമകനാണ് മുഹമ്മദ് നബിയുടെ. ഞാൻ വളർത്തി വലുതാക്കി അമ്മായിയുടെ മകളായിരുന്നു സൈനബ്. അവരെ കൊണ്ട് കെട്ടിച്ചു. കെട്ടിക്കഴിഞ്ഞപ്പോ ഒരു ദിവസം സെയ്ദിനെ അന്വേഷിച്ച് സെയ്ദിന്റെ വീട്ടിൽ വരികയാണ്. അപ്പൊ നോക്കിയപ്പം സൈനബ് സുഗന്ധദ്രവ്യം പൊടിച്ചുകൊണ്ടിരിക്കുകയാണ്. തുണി എവിടെയോ ഒന്ന് മാറിക്കിടന്നു. നബിക്ക് അത്രയ്ക്ക് മതിയല്ലോ. കാറ്റടിച്ചപ്പോ തുണി എവിടെയോ മാറി. നബിക്ക് ലഡ്ഡു കിട്ടി. നബി ഓഹ് നിന്റെ സൗന്ദര്യം, അങ്ങനെയൊക്കെ കുറച്ചൊന്ന് പുകഴ്ത്തിട്ട് പോയി. സെയ്ദ് വന്നു. ഇങ്ങനെ സൈനബ് കാര്യം പറഞ്ഞു, ഇങ്ങനെ ഉണ്ട് കേട്ടോ ഒരു വിഷയം. ഓ ശരി. ഉടനെ തന്നെ സെയ്ദ് ഓടിപ്പോയി വളർത്തച്ഛന്റെ അടുത്തേക്ക്. ഉടനെ ചോദിച്ച ചോദ്യം, ഞാൻ സൈനബിനെ ഒഴിവാക്കണം. അതായിരുന്നു അന്നത്തെ മുഹമ്മദ് നബിയുടെ ഖുർആൻ വ്യാഖ്യാതാക്കൾ വെണ്ടയ്ക്ക അക്ഷരത്തിലൂടെ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ പറയുന്നതിന് മുഴുവനും തെളിവുകൾ ഇസ്ലാമിക് ഗ്രന്ഥങ്ങളിൽ നിന്ന് സബ്മിറ്റ് ചെയ്യാൻ എനിക്ക് കഴിയും. ഞാൻ എന്റേതായിട്ട് ഒരു വാക്കും പറഞ്ഞിട്ടില്ല. അപ്പോ ഇതിനെല്ലാത്തിനുമുള്ള വ്യാഖ്യാനങ്ങൾ ഈ ഗ്രന്ഥങ്ങളിലുണ്ട്. ഞാനെടുത്ത് കാണിച്ചു തരും. അപ്പോ ഇദ്ദേഹത്തിന് ലഡ്ഡു കിട്ടി. അപ്പൊ ഇദ്ദേഹത്തിന് എന്താ ചെയ്യാ, സെയ്ദ് ആകെ 1 വർഷമേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ വിവാഹം കഴിഞ്ഞിട്ട്. സെയ്ദ് വന്ന് ചോദിച്ചു. ഖുർആൻ വ്യാഖ്യാനങ്ങളിൽ ഇങ്ങനെയാ കാണുന്നത്, മുഹമ്മദ് നബിയുടെ കണ്ണൊരു പെണ്ണിന്റെ ദേഹത്ത് വീണാൽ പിന്നീട് അയാളുടെ കാര്യം പോക്കാം, അവിടെ പെണ്ണിന്റെ കെട്ടിയോന്റെ കാര്യം ഉടനെ ഒഴിവാക്കിയിരുന്നു. അതായിരുന്നു ഇസ്ലാമിക നിയമം. അപ്പൊ മുഹമ്മദ് നബി പറഞ്ഞു, നിൽക്കട്ടെ, കുറച്ചുകൂടെ കഴിയട്ടെ. ഉടനെ പഠിച്ചു ആയത്തിറക്കാണ്, ഞാൻ പരസ്യമാക്കാൻ ഉദ്ദേശിച്ച കാര്യം നീ എന്തിനാണ് രഹസ്യമാക്കി വെക്കുന്നത്? ആൾക്കാരെടുത്തിട്ട് ചാമ്പത്തില്ല. ഇല്ല. ഉടനെ അള്ളാഹു പറഞ്ഞു, വിഷമിക്കണ്ട, പള്ളിക്കാരെ വിളിച്ചു, മഹല്ലുകാരെ വിളിച്ചു, ഉസ്താദന്മാര് വന്ന്, ബുദ്ധിമുട്ടണ്ട, ഞാൻ കെട്ടിച്ചു തരും. അള്ളാഹു അത്രയ്ക്ക് നബിയുടെ ഇഷ്ടങ്ങൾ, നബിയുടെ സ്വപ്നങ്ങൾ ഇതൊക്കെ സാധൂകരിച്ചു കൊടുക്കാൻ, സാക്ഷാത്കരിച്ച് കാണാൻ ഏറെ ആഗ്രഹിച്ചിരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു നമ്മുടെ പടച്ചറബ്. പലപ്പോഴും അള്ളാഹുവും നബിയും ഒരാളാണോ എന്നൊക്കെ നമുക്ക് തോന്നും. അത് എനിക്ക് മാത്രമാണോ എന്നറിയില്ല, എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. കാരണം നബിക്ക് പറയാനുള്ളതൊക്കെ, പടച്ചോന്റെ ഖജനാവ് വിശാലമാണല്ലോ, പടച്ചോൻ എന്തിനാപ്പാ സമ്പത്ത്? പക്ഷേ അയൽ രാജ്യത്തുള്ള കഠിനാധ്വാനികളായ ആൾക്കാർ ജോലി ചെയ്ത് കൃഷി ചെയ്ത് സമ്പാദിച്ചു വെക്കുന്നത് ഇയാൾക്ക് കുറച്ച് കഴിയുമ്പോ ഇയാൾക്ക് കണ്ണിക്കിടി വരും. ഇയാൾ അങ്ങോട്ട് കയറും, അനുയായികളെ വിളിച്ച് പെണ്ണുങ്ങളെയും കൊച്ചു കുഞ്ഞുങ്ങളെയും ഒക്കെ പിടിച്ചങ്ങ് കെട്ടും. എന്നിട്ട് പുരുഷന്മാരുടെ ഒക്കെ കെട്ടു. ഹൈബർ പോലെയുള്ള യുദ്ധങ്ങൾ, എന്നിട്ട് അവിടുത്തെ സമ്പത്തൊക്കെ പിടിച്ചുകൊണ്ടിരും. അവിടുത്തെ സമ്പത്തിൽപ്പെട്ടതാണ് പെണ്ണാണ് പ്രധാനം. അങ്ങനെ സഫിയ എന്ന് പറയുന്ന ഒരു സ്ത്രീ, ഇത് പറയുമ്പോൾ മുസ്ലിങ്ങൾക്ക് ഭയങ്കര പ്രശ്നമാണ്. ഇത് പ്രമാണങ്ങളിലുള്ളതാണ് ഈ പറയുന്നത്. മാനവന് മഹോന്നതൻ ചെയ്തതാണ്. തന്തയാണെങ്കിലും തന്തയിലാഴുക ചെയ്താൽ മുഖത്ത് നോക്കി കൈ ചൂണ്ടാൻ സാധിക്കണം. അങ്ങനെയാണ് എന്റെ വാപ്പച്ചി എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അങ്ങനെ സഫിയ എന്ന് പറയുന്ന സുന്ദരിയായ ഒരു സ്ത്രീ, അവരെ പിടിച്ചുകൊണ്ട് വരികയാണ്. സാധാരണ നമ്മുടെ നാട്ടിലെത്തിയിട്ടാണല്ലോ ഈ യുദ്ധമുതലുകളൊക്കെ വീതം വെക്കുക. അപ്പോ ഇളകാത്ത സമ്പത്തൊക്കെ മുഹമ്മദ് നബിക്കാം. ഭൂമി പോലെയുള്ളത് അത് ഇളകത്തില്ലല്ലോ, അതൊക്കെ നബിക്കാം. പിന്നെ കന്നുകാലികളെ പോലെയുള്ളത് മാത്രം വീതം വെച്ചാൽ മതി. നോക്കിയപ്പോ ഒരുപാട് ആൾക്കാർ യുദ്ധം ചെയ്തിട്ടുണ്ട്. അപ്പോൾ തന്നെ നബി ഉടായിപ്പുമായിട്ട് വന്നു. 5 പഠിച്ചോണ്ട് റസൂലിന്. മനുഷ്യര് കഷ്ടപ്പെട്ടുണ്ടാക്കുന്നതിൽ ഒരു വിഹിതം പടച്ചോന് കൊടുക്കണം. അത്രേ. പടച്ചോന്റെ ഖജനാവ് വിശാലൂലെ, ഇതിനാണ് പടച്ചോൻ ഈ സമ്പത്ത് പാവങ്ങളുടെ. അങ്ങനെ ഒരു വാചകം. സഫിയയെ പിടിച്ചോണ്ട് വരിക. ആ യുദ്ധത്തില് സഫിയയുടെ മാതാപിതാക്കളെ, ഭർത്താവിനെ, മക്കളെ, സഹോദരങ്ങളെ ഒക്കെ വെട്ടിക്കൊന്നു. എന്നിട്ട് ഇവരെ കൊന്നില്ല. ഗുണമുണ്ടല്ലോ, ഇവർ ലൈംഗിക അടിമകളാക്കി പിടിച്ചു കൊണ്ടുവരികയാണ്. 4-ാം അധ്യായത്തിലെ 24-ാമത്തെ വാചകത്തിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. അങ്ങനെ സഫിയയെ പിടിച്ചോണ്ട് വരിക. അടിമകളെ യഥേഷ്ടം ഉപയോഗിക്കാം. അടിമകള് മനുഷ്യന്റെ സ്ഥാനം ഒന്നും പഠിച്ചുകൊണ്ട് കാണാൻ കഴിയില്ല. അതാണ് പഠിച്ചതിന്റെ കാര്യം. കാരണം അടിമകൾ മനുഷ്യരല്ല. അവരെ എത്ര വേണമെങ്കിലും ഭോഗിക്കാം, അടിക്കാം, വിൽക്കാം. അടിമകളെ വിൽക്കുന്ന എത്രയെല്ലാം ചരിത്രങ്ങളുണ്ട്. അങ്ങനെ പിടിച്ചുകൊണ്ട് വരിക. പകുതി എത്തിയപ്പോൾ നബിക്ക് ഇനി ഒരു നിമിഷം പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ഈ സ്ത്രീ സുന്ദരിയ. സൗന്ദര്യം നബിയുടെ വീക്ക്നെസ് ആണെന്ന് 33-ാം അധ്യായത്തിൽ 52-ാമത്തെ വാചകത്തിലുണ്ടെന്ന്. അപ്പോ സ്ത്രീകളെ കണ്ടാൽ സൗന്ദര്യം ജനിപ്പിക്കുന്ന ഗുണമല്ലാണ്. അപ്പൊ കക്ഷിക്ക് ഒരാഗ്രഹം, ഇനി സമയമില്ല, ഭർത്താവ് മരിച്ച സ്ത്രീയാ, ഇത് ഇരിക്കേണ്ടതുണ്ട്. അനുശോചനം, പിതാവ് മരിച്ചു, മക്കൾ മരിച്ചു. അങ്ങനെ പിടിച്ചോണ്ട് വന്നു. എന്തിനു പറയുന്നു, ടെന്റ് കെട്ടി ആദ്യ രാത്രി കൂടി.
പുറത്തൊരാൾ നിൽക്കുകയാണ്. ഇറങ്ങി വന്നപ്പോ എല്ലാം കഴിഞ്ഞ് അങ്ങനെ വളരെ ആശ്വാസത്തോടെ ഇറങ്ങി വരുമ്പോ അബൂ അയ്യൂബുൽ അൻസ്വാരി എന്ന് പറയുന്ന നബിയുടെ അനുചരൻ ഊരിയ വാളുമായി ടെന്റിന്റെ പുറത്ത് നിൽക്കുന്നു. എന്തേ കാര്യം? ഇവരെങ്ങാനും നബിയെ എതിർത്താലോ? കാരണം നബിയെ എതിർത്താലോ, നബി ഇവരുടെ എല്ലാരെയും കൊന്നതല്ലേ, അപ്പയെയും ഭർത്താവിനെയും മക്കളെയും സഹോദരങ്ങളെയും ഒക്കെ കൊന്നതല്ലേ. അതുകൊണ്ട് ഇവരെ എതിർത്താൽ ഇവരെ വകവരുത്താനാണ് ഈ ഊരിയ വാളുമായി ഞാനിവിടെ നിൽക്കുന്നത്. എങ്ങനെയുണ്ട്? ഇങ്ങനെയായിരുന്നു മുഹമ്മദ് നബി ഹണിമൂൺ ആഘോഷിച്ചിരുന്നത്. ഏത് രൂപത്തിലാണ് സ്വാതന്ത്ര്യം നൽകി എന്ന് നമ്മൾ പറയും. 6 വയസ്സുള്ള കുഞ്ഞിനെ കെട്ടുമ്പോൾ മുഹമ്മദ് നബി കളിപ്പാട്ടവും കൊണ്ടായിരുന്നു പോരുന്നത് ആയിഷയെ കാണാൻ. ആയിഷ വിവാഹം കഴിഞ്ഞ് പോകുമ്പോൾ കളിപ്പാട്ടവുമായിട്ടാണ്. കുഞ്ഞു ഊഞ്ഞാലടിക്കുട്ടി. 6 വയസ്സുള്ള കുഞ്ഞ്, ഏത് കാലഘട്ടത്തിലും 6 വയസ്സുള്ള കുഞ്ഞ് തന്നെയല്ലേ. അതിന് എത്ര മെച്ചൂരിറ്റി ആണുള്ളത്. സ്വഹീഹുൽ ബുഖാരി എന്ന് പറയുന്നത് ഖുർആനോളം തന്നെ ഇമ്പോർട്ടന്റ് ഉള്ള ഒരു ഗ്രന്ഥമാണ്, ഹദീസ് ഗ്രന്ഥമാണ്. ഹദീസ് എന്ന് പറഞ്ഞാൽ നബി ചെയ്തത്, പറഞ്ഞത്, അനുവാദം നൽകിയത്, മൊത്തത്തിൽ നബിയുടെ ജീവിതമാണ് ഹദീസ്. ആ ഗ്രന്ഥത്തിലുണ്ട് ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന 1515 ഹദീസ്. ഞാൻ 6 വയസ്സായിരിക്കെ നബി എന്നെ വിവാഹം കഴിച്ചു. ഇതിൽ കൂടുതൽ എന്താണ് വേണ്ടത്? അപ്പോ 6 വയസ്സുള്ള കുഞ്ഞ്, അപ്പം അത് പറയാണ്, ഉമ്മു റൂമാൻ എന്ന് പറയുന്ന എന്റെ ഉമ്മ എന്നെ വിളിച്ചു. അപ്പൊ ഞാൻ ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ കിതച്ചുകൊണ്ട് അടുത്തു വന്നു. എന്തിനാണ് എന്നെ വിളിച്ചത് എന്ന് എനിക്ക് അറിയലുണ്ടായിരുന്നു. പിന്നീട് 9 വയസ്സിലാണത്രേ ദാമ്പത്യ ജീവിതം ആരംഭിക്കുന്നത്. 9 വയസ്സുള്ള കുഞ്ഞിന് എന്ത് തരത്തിലുള്ള ലൈംഗിക പക്വതയാണ് ഉണ്ടാകുന്നത്? കക്ഷിക്ക് 53 വയസ്സാണ്. ഇവർ തേച്ച് മിനുക്കാൻ വേണ്ടിയിട്ട് ഗാന്ധിജിയുടെ വിവാഹം ശൈശവ വിവാഹമായിരുന്നു എന്നൊക്കെ പറയും. ഗാന്ധിജിയുടെ 22ഉം 19ഉം 11ഉം ഭാര്യമാരിൽ ഒരാളായിരുന്നില്ല കസ്തൂർബ. ഗാന്ധിജി 53 വയസ്സുകാരനും കസ്തൂർബ 6 വയസ്സുകാരിയുമായിരുന്നില്ല. പിന്നെ ഗാന്ധിജി ലോകത്ത് ഒരാളുടെയും മോഡലല്ല. ഗാന്ധിജി ചെയ്തതുപോലെ ചെയ്താലേ നിങ്ങൾ ഒരു മനുഷ്യനാകൂ എന്ന് ഒരു ഗ്രന്ഥത്തിലും പറഞ്ഞിട്ടില്ല. ഗാന്ധിജിയിൽ ഉത്തമമായ മാതൃകയുണ്ട് എന്ന് ഒരിടത്തും പറഞ്ഞിട്ടില്ല. ഗാന്ധിജി മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹം കൺഫേഴ്സ് നടത്തിയിരുന്നു. അദ്ദേഹം കൺഫെഷൻ ചെയ്തിരുന്നു. കാരണം എനിക്ക് സംഭവിച്ച 2 മിസ്റ്റേക്ക്, ഒന്ന് എനിക്ക് കണക്കറിയില്ല, 2 ശൈശവ വിവാഹം, ഇത് 2ഉം അദ്ദേഹം ചെയ്തിരുന്നു. എന്നാൽ ഇതൊന്നും ചെയ്യാത്ത ഒരു വ്യക്തിയാണ് മുഹമ്മദ് നബി. ഈ 6 വയസ്സുള്ള കുഞ്ഞിനെ കെട്ടുന്നത് സ്വന്തം സുഹൃത്തിന്റെ മകളാണ് ഈ ആയിഷ. നമുക്കൊക്കെ ഒരുപാട് സുഹൃത്തുക്കളില്ലേ? നമ്മുടെ സുഹൃത്തുക്കൾ നമ്മുടെ വീട്ടിൽ വരുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെ ഈ കാമക്കണ്ണുകളോടുകൂടി ആയിരിക്കുമോ നോക്കുന്നത്? എനിക്കുണ്ട് ഒരുപാട് സുഹൃത്തുക്കൾ. എന്റെ സുഹൃത്തുക്കളൊക്കെ മക്കളായിട്ട് തന്നെ കാണാൻ മെന്റൽ പവർ ഉള്ള ആൾക്കാർ. അങ്ങനെയുള്ള ബുദ്ധിവൈകല്യമുള്ള സുഹൃത്തുക്കളൊന്നും എനിക്കില്ല. അങ്ങനെയുള്ള സുഹൃത്തുക്കളാണ് എനിക്കുള്ളത്. അതായത് കുട്ടികളെ കുട്ടികളായി തന്നെ കാണാൻ കഴിയുന്ന. അപ്പോൾ ഈ മുഹമ്മദ് നബി അബൂബക്കറിന്റെ വീട്ടിൽ വന്നിട്ടുള്ളപ്പോഴൊക്കെ ആയിഷയെ കണ്ടുകൊണ്ടായിരിക്കില്ലേ നോക്കിയിട്ടുണ്ടാകുക? അങ്ങനെയുള്ള മാനവരിൽ മഹോന്നതനിൽ എന്ത് മാതൃകയാണുള്ളത്? ഒരു യുദ്ധം കഴിഞ്ഞ് വരികയാണ് പ്രവാചകനും പ്രവാചകന്റെ അനുയായികളും ഒക്കെ കൂടി. അങ്ങനെ നടന്നു വരുമ്പോൾ ആ യുദ്ധം ഏതായിരുന്നു ഞാൻ മറന്നുപോയി. അത് മടങ്ങി വരികയാണ്. മടങ്ങി വരുമ്പോഴേക്ക് പാതി വഴിയില് ടെന്റ് കെട്ടി ഇവരെല്ലാവരും ഉണ്ട്. സ്ത്രീകള്, ലൈംഗിക അടിമകള്, യുദ്ധത്തിൽ നേടിയ സ്വത്തുക്കള് എല്ലാം ഉണ്ട്. ഇങ്ങനെ വെച്ചിട്ട് ഇരിക്കുകയാണ്. അപ്പോ ലൈംഗിക അടിമകൾ സുന്ദരികളായ സ്ത്രീകളാണ്. അപ്പൊ പ്രവാചകന്റെ അനുയായികൾ ചോദിച്ചു, നബിയെ ഞങ്ങൾക്ക് ഇവരെ ഉപയോഗിച്ചു. ഓ അതാണോ? അപ്പൊ ചോദിച്ചു, അയ്യോ അവരുടെ ഭർത്താക്കന്മാരുടെ കുഴപ്പമൊന്നും. ഇത്തരത്തിലുള്ള സ്ത്രീ സ്വാതന്ത്ര്യമായിരുന്നു ഇസ്ലാം നൽകിയിരുന്നത്, സർവോപരി മുഹമ്മദ് നബി നൽകിയിരുന്നത്. എന്തിനാണ് പെണ്ണിനോട് മറയ്ക്കാൻ പറഞ്ഞത്? ആണിന് പെണ്ണിന്റെ ഏതെങ്കിലും ശരീരത്തിന്റെ അവയവം കണ്ടാൽ കുരുപൊട്ടുമെന്നുള്ളത് കൊണ്ട്. പുരുഷന് സ്വർഗം കിട്ടുന്നതിനു വേണ്ടി പെണ്ണ് മൂടണം. അതാണ് കാരുണ്യത്തിന്റെ മതമായി ഇസ്ലാം പഠിപ്പിച്ചത്. ഇനിയും കൊച്ചു വെളുപ്പാങ്കാലത്ത് എഴുന്നേറ്റ് ഓരോ മുഹമ്മദിയനും, ഓരോ അള്ളാഹുവിന്റെയും നബിയുടെയും ഗുണ്ടകളും കൊച്ചു വെളുപ്പാങ്കാലത്ത് സുഖമുള്ള ഉറക്കത്തിൽ നിന്ന് ഉതപ്പ് തട്ടിമാറ്റി തണുത്ത വെള്ളം കൊണ്ട് പല്ല് തേച്ച് ഒന്നുവെടുത്ത് പള്ളികളിലേക്ക് ഓടുന്നത് മിമ്പറല്ല, പള്ളികളിലേക്ക് ഓടുന്നത് എന്തിനാണെന്നറിയാമോ? 72 കോടികളെ കഴുത്തിൽ ടാഗ് കെട്ടി നിരത്തി നിർത്തിയിരിക്കുകയാണ് അത്രയും പടച്ചവൻ പരലോകത്ത്, സ്വർഗത്തിന്. അപ്പോൾ ആലുക്കാസുകാരൻ ഒരു പെണ്ണിനെ വെച്ച് പരസ്യം ചെയ്തപ്പോൾ പടച്ചവൻ 72 പെണ്ണുങ്ങളെ വെച്ചിട്ടാണ് സ്വർഗത്തിന്റെ പരസ്യം ചെയ്തത്. ഈ പടച്ചവൻ സ്ത്രീകളോട് കാണിച്ച നീതി എത്രമാത്രം വലുതാണ്. ഇങ്ങനെ ഒരു നീതി കാണിച്ച പടച്ച റബ്ബിനെ കാരുണ്യവാനെന്നല്ലേ നമുക്ക് പറയാൻ കഴിയും. ഓരോ പെണ്ണിന്റെ കഴുത്തിലും ഉണ്ടാത്രേ ഒരാളിന്റെ പേര് എഴുതിയിട്ടുണ്ട്. അപ്പൊ അബ്ദുൽ ഗഫൂർ, അയാളുടെ പേര് എഴുതിയിട്ടുണ്ടാവും കഴുത്തിൽ ടാഗ് കിട്ടിയ പെണ്ണ്. ഇയാൾ ഇങ്ങനെ പോയി നോക്കുക, അബ്ദുൽ ഗഫൂർ, ആഹാ എന്റേതാണ്, കൊണ്ടുപോകുക. 72 പേര്. പോകുന്ന ഉടനെ തന്നെ നടയടി ഒരു പെണ്ണിനെ കിട്ടും. പിന്നെ സ്പൈസി ആയ മീനിന്റെ കരളും കട്ടിത്തേനും ഇതൊക്കെ വെച്ചിട്ടായിരുന്നു പടച്ചിറപ്പ് പരസ്യം ചെയ്തിരുന്നത്. ഇങ്ങനെ ഒരു കാലഘട്ടം വരുമെന്നും ഇവിടെ
കുഴിമന്തിയും ഷവായിയും ഷവർമയും പോലെയുള്ള ഭക്ഷണങ്ങൾ ഉണ്ടാകുമെന്നും ഒന്നും തിരിച്ചറിയാത്ത ഒരാളായിരുന്നു പടച്ചവൻ എന്ന് പലപ്പോഴും നമുക്ക് തോന്നിപ്പോകും. അപ്പോൾ പ്രവാചകൻ അറേബ്യയിലേക്ക് വരുമ്പോൾ ഖുവൈലിദിന്റെ മകളായ ഖദീജ, അവർ വ്യാപാരിയായ സ്ത്രീയായിരുന്നു, ആഢ്യത്വമുള്ള കുലസ്ത്രീയായിരുന്നു. അവർ മറ്റേ കൊലസ്ത്രീയല്ല, കുലസ്ത്രീയായിരുന്നു. അവർ ഒരുപാട് മൈസറത്ത് പോലെയുള്ള ഒരുപാട് അടിമകളെ വെച്ച് വ്യാപാരം ചെയ്തിരുന്ന സ്ത്രീയായിരുന്നു. അവർ അടുക്കളയുടെ കരിയും പുകയും തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന അകത്തളങ്ങളിൽ ഒതുങ്ങിയ സ്ത്രീയല്ല. അവർ വ്യാപാരം ചെയ്തിരുന്നു. അവരുടെ തൊഴിലാളിയായിട്ടാണ് മുഹമ്മദ് നബി അറേബ്യയിൽ പ്രത്യക്ഷപ്പെടുന്നത്. അറേബ്യയിൽ തന്നെ ജനിച്ച ആളാണ്, വ്യാപാര രംഗത്തേക്ക് വരുന്നത്. അപ്പോൾ ഇവരെ വിട്ടു. അപ്പോ മുഹമ്മദ് നബിക്ക് അന്ന് വേണ്ടിയിരുന്നത് ആദ്യമായി അദ്ദേഹത്തിന് മാൻ പവറും മണി പവറും പൊളിറ്റിക്കൽ പവറും വേണ്ടിയിരുന്നു. ആദ്യമായിട്ട് ഞാൻ മാൻ പവർ നേടണം. അതിന് തന്തയും തള്ളയും ഒന്നും ഇല്ലാതെ വളർന്ന എനിക്ക് ഓട്ടക്കാലണയാണ്, ആര് പെണ്ണ് തരാന്, കാലുകളെ മേയിച്ചു നടക്കുന്ന പല ഹദീസുകളും സുഖത്ത് അങ്ങാടി പയ്യൻ എന്ന പദമാണ് ഉപയോഗിച്ചത്. എനിക്ക് ആര് പെണ്ണ് തരാനാ? അപ്പോൾ ഖദീജയുണ്ട്, 4 മക്കളാണെന്ന് തോന്നുന്നു, 2 ഭർത്താക്കന്മാര്, 2 പേരും മരിച്ചുപോയി, ഒരാൾ ഒഴിവാക്കിയെന്ന് തോന്നുന്നു. എന്തായാലും 4 മക്കളുണ്ട്, വിധവയാണ്. അപ്പൊ ആ സ്ത്രീയോട് അനുരാഗം തോന്നി. ഖദീജയ്ക്ക് അനുരാഗം തോന്നിയതാണ് പിന്നീട് ഇവരൊക്കെ വെച്ച് കിട്ടിയത്. എന്തായിരുന്നാലും ശരി, ആവട്ടെ, ഖദീജയ്ക്ക് തന്നെ തോന്നട്ടെ, കുഴപ്പമില്ല. അപ്പൊ അതിന്റെ പേരിലാണ് മാണിക്യ മലരായ പൂവി എന്നുള്ളൊരു പാട്ട് അഡാർ ലവ് എന്നുള്ള സിനിമയിൽ ഇറങ്ങിയപ്പോൾ ഇവര് ഭയങ്കരമായിട്ട് അട്ടഹാസം ഉണ്ടാക്കിയത്. ഞങ്ങളുടെ പ്രവാചകനെ പറയുന്നേ, ഞങ്ങളുടെ പ്രവാചകനെ പറയുന്ന ഫ്രാൻസിൽ കണ്ടില്ലേ ഒരു അധ്യാപകൻ അദ്ദേഹത്തിന്റെ കാർട്ടൂൺ വരച്ചതുമായിട്ട് ഷാർലി ഇബ്ദോയുടെ ആ മാഗസിൻ ഒന്ന് കാണിച്ചു വിദ്യാർത്ഥികൾക്ക്. അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ ക്ലാസ് എടുക്കുന്ന അധ്യാപനം അയാളുടെ തലയർത്തു. അദ്ദേഹത്തെ വ്യാഖ്യാനിക്കുന്ന, അതായത് അദ്ദേഹത്തെ കൊന്ന ആൾക്കാരെ വ്യാഖ്യാനിക്കുന്ന ഒരുപാട് മുസ്ലിം ചെറുപ്പക്കാരായ സ്വർഗ സ്ത്രീകൾക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന, സ്വർഗത്തിന് വേണ്ടി പണിയെടുക്കുന്ന, മാക്ക് വേണ്ടിയിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാരെ നമുക്ക് ഇവിടെ കാണാൻ കഴിയും. അങ്ങനെ അത്തരത്തിലൊരു സ്ഥാനം മാത്രമായിരുന്നു സ്ത്രീകൾക്ക് ഇസ്ലാം നൽകിയിരുന്നത്. മക്കയിലെ ആഢ്യത്വമുള്ള ഖദീജയെ മുഹമ്മദ് നബി കാണുന്നു. അങ്ങനെ ഖദീജയുടെ ഇഷ്ടപ്രകാരമാണ് ഖദീജ മുഹമ്മദ് നബി വിവാഹം കഴിക്കുന്നത്. ഒരിക്കലും മുഹമ്മദ് നബിയെ പോലെയുള്ള കാലി പയ്യനെ ഖദീജയുടെ കുടുംബക്കാരും അംഗീകരിച്ചിരുന്നില്ല എന്നാണ് സീറത്ത് ഇബ്നു ഹിഷാം പോലെയുള്ള നബി ചരിത്രം എഴുതിയ ഗ്രന്ഥങ്ങളിൽ കാണുന്നത്. ഖദീജയുടെ സ്വന്തം ഇഷ്ടപ്രകാരം തന്നെ ഖദീജ മുഹമ്മദിനെ കല്യാണം കഴിച്ചു. ഉടനെ തന്നെ മാൻ പവറായി, കാരണം ആഢ്യത്വമുള്ള ഒരു കുടുംബത്തിന്റെ അംഗമായല്ലോ, അഡ്രസ്സായി. ഇനിയും വേണ്ടത് മണി പവറാണ്. അന്ന് എഴുത്തുകുത്തുകളും പ്രമാണവും രേഖയും മുദ്രപത്രങ്ങളും ഒന്നും ഇല്ലല്ലോ. പ്രഖ്യാപിക്കാൻ പറഞ്ഞു ഖദീജയോട്, നിന്റെ സമ്പത്തെല്ലാം ഇനി മുതൽ എന്റെ സമ്പത്താണ്. അതും പറഞ്ഞു, നിന്റെ സമ്പത്തെല്ലാം ഇനി മുതൽ മുഹമ്മദിന്റെ സമ്പത്ത്, എന്റെ സമ്പത്തെല്ലാം ഇനി മുതൽ മുഹമ്മദിന്റെ സമ്പത്താണ്. സമ്പത്തും കിട്ടിക്കഴിഞ്ഞു, ഇനി എന്താണ്? പൊളിറ്റിക്കൽ പവറും ആവിച്ചു. മക്കയിൽ ഇറങ്ങിയപ്പോഴുണ്ടായിരുന്ന സമാധാനത്തിന്റെ വാചകങ്ങളൊന്നും മദീനയിൽ കണ്ടില്ല. മദീനയിലൊക്കെ യുദ്ധം ചെയ്യാനും കൊള്ളയടിക്കാനും കൊല്ലാനും ഒക്കെ ആയിരുന്നു. മുഹമ്മദ് നബിയെ വിമർശിച്ച ആൾക്കാരെ ഒക്കെ തലവെട്ടി. എന്ത് തരത്തിലുള്ള നീതിബോധമാണ് ഇദ്ദേഹത്തിനുള്ളത് എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഉമൈമ എന്ന് പറയുന്ന ഒരു സ്ത്രീയെ ഷൗത്ത് എന്നറിയപ്പെടുന്ന തോട്ടത്തിലേക്ക് കൊണ്ടുവന്നു. മുഹമ്മദ് നബി പറഞ്ഞു, നീ നിന്നെ എനിക്ക് ദാനം ചെയ്ത, ഒരു വീട്ടിൽ ദാനം ചോദിക്കാനൊക്കെ വരുമ്പോഴേ കൈ നീട്ട നിൽക്കില്ല, നമ്മൾ കൊടുക്കുന്നതല്ലേ വാങ്ങുള്ളൂ, അതല്ലേ ദാനം. മറ്റത് ചോദിച്ചു വാങ്ങുക എന്ന് പറഞ്ഞാല് ഇരക്കലെന്ന് പോലും പറയാൻ പറ്റില്ല. കാരണം ഇരക്കുമ്പോ മറ്റവര് കൊടുക്കുന്നത് എന്തോ അതാണ് സ്വീകർത്താവ് വാങ്ങിക്കൊണ്ട് പോകേണ്ടത്. ഇതങ്ങനെയൊന്നുമല്ല. ഈ പെണ്ണിനോട് ശരീരം ദാനം ചെയ്യുന്നത് കക്ഷിക്ക് അതായിരുന്നു ഇഷ്ടം. അപ്പൊ ആ പെണ്ണ് ചോദിച്ചു, ഞാൻ ആഢ്യത്വമുള്ള രാജ്ഞിയാണ്, മലിക്കച്ച് എന്ന പദമാണ് അവൾ പ്രയോഗിച്ചത്, രാജ്ഞി. നീയാണെങ്കിലോ സൂക്കത്ത് അങ്ങാടി പയ്യനാണ്, നിനക്ക് ഞാൻ എന്നെ സമർപ്പിക്കുകയോ? ഞാൻ എന്റെ രക്ഷിതാവിനോട് അഭയം ചോദിക്കുന്നു. നബിക്ക് മനസ്സിലായി, ഇവിടെ നിന്നാൽ ഇനി നമ്മുടെ തടി കേടാവും. ഉടനെ പറഞ്ഞു, എന്തെങ്കിലും വസ്ത്രമൊക്കെ കൊടുത്ത് മാന്യമായിട്ട് അവരെയും കൊണ്ടുവിട്ട, ഇനി രക്ഷയില്ല. അങ്ങനെ കൊണ്ടുവിടാൻ പറഞ്ഞു. ഇങ്ങനത്തെ പ്രവാചകൻ. പിന്നെ ഉമ്മ ഹറാമി എന്ന് പറയുന്ന ഒരു ലേഡിയുടെ വീട്ടിലേക്ക് കയറി. സ്ത്രീകൾക്ക് നൽകിയ സ്വാതന്ത്ര്യമാണ് ഞാൻ ഈ പറഞ്ഞ വിഷയത്തിൽ നിന്നും തെല്ലും ഞാൻ വ്യതിചലിച്ചിട്ടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മുഹമ്മദ് നബി സ്ത്രീകൾക്ക് നൽകിയ സ്വാതന്ത്ര്യത്തെ കുറിച്ചിട്ടാണ് ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഉമ്മു ഹറാമി എന്ന് പറഞ്ഞൊരു സ്ത്രീയുടെ വീട്ടിലേക്ക് കയറിച്ചുള്ളൂ. അവിടെ ചെന്നു. അവിടെ പോയി അവിടെ ഭർത്താവും പാപ്പയൊന്നും ഇല്ല. പിന്നെ അപ്പൊ ഒന്നുമില്ല. അവിടെ നിന്ന് തിന്നാൻ കൊടുത്തു. മുഹമ്മദ് നബി വയറ് നിറച്ചും തിന്നു. ആ പെണ്ണിന്റെ തലയിൽ തന്നെ കയറി ഞാൻ കിടന്നു. പെണ്ണിന്റെ മടിയിൽ തന്നെ കയറി ഞാൻ കിടന്നു. തലയിൽ പേ നോക്കാനേ. പേ നോക്കുന്നു, സ്വപ്നം കാണുന്നു, ഞെട്ടി ഉണരുന്നു, സ്വപ്നം വിശദീകരിച്ചു കൊടുക്കുന്നു, വീണ്ടും കിടക്കുന്നു, വീണ്ടും ബാക്കി കാണുന്നു. അപ്പോ ഇത്തരത്തിൽ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം നൽകിയ ഒരു പ്രവാചകനെ നിങ്ങൾക്ക് എവിടെയും കാണാനേ കഴിയില്ല. ഇതാണ് ഇസ്ലാം സ്ത്രീകൾക്ക് നൽകുന്ന
ഏറ്റവും പരിപാവനമായ സ്വാതന്ത്ര്യം. ഇനി ഞാനൊരു മുസ്ലിം സ്ത്രീയാണ്, ഞാൻ നമസ്കരിച്ച് നോമ്പ് പിടിച്ച് ഖുർആൻ ഓതി എല്ലാ തരത്തിലും ഇസ്ലാമിനെ അങ്ങനെ തന്നെ ഫോളോ ചെയ്ത് ജീവിക്കുവാണെന്ന് നിൽക്കട്ടെ, എനിക്ക് സ്വർഗത്തിൽ ഒരു കുന്തവുമില്ല. കാരണം 72 ഹൂറികളെ പടച്ചവൻ ഒരുക്കി നിർത്തി. എന്തിനാ പെണ്ണുങ്ങളെ? പിന്നെ വിൽദാനും മുഖലദും, കുറെ പയ്യന്മാർ താലവുമായി. അതുകൊണ്ട് ഉസ്താദന്മാർ ഇപ്പോഴേ അത് പരിശീലിച്ചു തുടങ്ങുക, ചെറിയ കുട്ടികളെ അങ്ങനെ ഉപയോഗിക്കാൻ. പടച്ചവൻ അത് വെച്ച് തന്നെ വിളിക്കുന്നത്. പിന്നെ മദ്യപ്പുഴ, ഇതൊക്കെ എന്തിനാപ്പ എനിക്ക്? ഇവിടെ കള്ളും പെണ്ണും ഹറാമാണ്. ഇത് രണ്ടും വെച്ചുകൊണ്ടാണ് അള്ളാഹു അവിടെ പരസ്യം ചെയ്യുന്നത്. 72 പെണ്ണുങ്ങളെയും കള്ളിന്റെ നദിയും വെച്ചുകൊണ്ടാണ് പരസ്യം ചെയ്യുന്നത്. ഞാൻ കണ്ടിട്ടുള്ളിടത്തോളം ഇസ്ലാമിൽ ഒരു തരത്തിലുള്ള സ്വാതന്ത്ര്യവും ഞാൻ കണ്ടിട്ടില്ല പെണ്ണിന്. പിന്നെ ആണെപ്പോഴും തോന്നിയവാസിയാണ്. അവനൊരു പ്രശ്നവുമില്ല. അവൻ എന്ത് ചെയ്താലും തൗബ ചെയ്താൽ മതി, പശ്ചാത്തപിച്ചാൽ മതി, അതിങ്ങനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ഒരു പടച്ചവൻ. അങ്ങനെയാണ് നമുക്ക് അള്ളാഹുവിനെ കാണാൻ കഴിയുന്നത്. അപ്പൊ മുഹമ്മദ് നബി സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം നേടിക്കൊടുക്കാനാണ് വന്നത് എന്ന് പറഞ്ഞു. മുഹമ്മദ് നബി വിവാഹം കഴിച്ച ഇത്രത്തോളം പെണ്ണുങ്ങൾ ഒന്നും വേണ്ടപ്പ. 6 വയസ്സുള്ള കുഞ്ഞിനെ മുഹമ്മദ് നബി 53 വയസ്സിൽ വിവാഹം കഴിച്ചു. 16 വയസ്സുള്ളപ്പോൾ 63 വയസ്സിൽ മുഹമ്മദ് നബി മരിക്കുന്നു. ആയിഷയ്ക്ക് 16 വയസ്സ്. ആയിഷയുടെ കാര്യത്തിൽ വല്ലാത്ത വേവലാതി ഉണ്ടായിരുന്നു പടച്ചവനായിരുന്നു. കാരണം പടച്ചവൻ പറഞ്ഞു, മുഹമ്മദ് നബിയുടെ ഭാര്യമാർ ഉമ്മഹാത്തുൽ മുഅ്മിനീനാണ്, സത്യവിശ്വാസികളുടെ മുഴുവനും ഉമ്മയാണ്. അതാണ് നബിയുടെ സ്ത്രീ സ്വാതന്ത്ര്യം. അതുകൊണ്ട് നബി ഒഴിവാക്കിയ പെണ്ണിനെ ഒരാളും പിന്നീട് വിവാഹം കഴിക്കരുത്. അവർ എല്ലാ സ്ത്രീകളുടെയും ഉമ്മയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഉമ്മയുടെ ഭർത്താവ് വാപ്പയാകണ്ടേ? ആയിട്ടില്ല. കാരണം നബിക്ക് ഒരുപാട് മോട്ടീവ് ഉണ്ടായിരുന്നു, ഒരുപാട് സ്ത്രീകളെ സ്വീകരിക്കണ്ടേ? മറ്റേ പെണ്ണുങ്ങളുടെ ഒക്കെ വാപ്പയാണ് മുഹമ്മദ് നബി എന്ന് പറഞ്ഞാൽ സാധിക്കുമോ? അപ്പോൾ എന്തോ നമുക്ക് ചോദ്യോത്തര സെക്ഷൻ ഉണ്ട് എന്ന് എഴുതി കാണിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് ഏത് തരത്തിലുള്ള ചോദ്യങ്ങളാണ് വരുന്നത് എന്നറിയില്ല. തീർച്ചയായിട്ടും എനിക്കറിയാമെങ്കിൽ ഞാൻ നിങ്ങളോട് പൂർണ്ണമായിട്ടും സഹകരിക്കും. സ്ത്രീ സ്വാതന്ത്ര്യത്തെ കുറിച്ച് സംസാരിക്കാൻ കിട്ടിയ സമയം പോരാ എന്നാണ് എന്റെ ഒരു അഭിപ്രായം. നമുക്ക് വീണ്ടും കാണാം. നന്ദി. ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളവര് ചാറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ഓരോ ചോദ്യങ്ങൾ വായിക്കാം, ടീച്ചർ അതിന് മറുപടി പറയാം. ശരി ശരി. ഓക്കെ, നന്ദി ടീച്ചർ. നമുക്ക് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ആദ്യത്തെ ചോദ്യം ചോദിച്ചിരിക്കുന്നത് ഒരു റസിയ ടീച്ചർ എന്ന് പറയുന്ന ഒരു ഐഡിയ ആണ്. എനിക്ക് തോന്നുന്നു ആ ചോദ്യത്തിനുള്ള ഉത്തരം ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞെങ്കിലും ചോദിക്കുകയാണ്. മുഹമ്മദ് നബിയുടെ ഭാര്യമാരായ സ്ത്രീകൾക്ക് ഇസ്ലാം നൽകിയ സ്വാതന്ത്ര്യം എന്ത്? മുഹമ്മദ് നബിയുടെ ഭാര്യമാർ 6 വയസ്സിൽ വിവാഹം കഴിഞ്ഞ കുഞ്ഞായിരുന്നു ആയിഷ. ഈ ആയിഷയ്ക്ക് 16 വയസ്സുള്ളപ്പോൾ മുഹമ്മദ് നബി മരണപ്പെട്ടു. ആ കുഞ്ഞിന്റെ ബാല്യം നശിച്ചു, ശൈശവം നശിച്ചു, കൗമാരം നശിച്ചു, യൗവനം നശിച്ചു, വാർദ്ധക്യവും നശിച്ചു, പ്രസവിച്ചിട്ടുമില്ല. അങ്ങനെ ആ കുഞ്ഞിന്റെ ജീവിതം ചവിട്ടി മെതിച്ച ഒരു കിരാതനായിട്ടാണ് ഞാൻ മുഹമ്മദ് നബിയെ കാണുന്നത്. കാരണം ഈ കുഞ്ഞിനെ ഇനി കെട്ടരുത്. 16 വയസ്സിൽ വിധവയായി 48 വർഷം മുഹമ്മദ് നബി മരിച്ചതിന് ശേഷം ആ സ്ത്രീ ജീവിച്ചു. ഈ 48 വർഷവും മക്കളില്ല, ഭർത്താവില്ല, പിതാവില്ല. അങ്ങനെ ഒരു സ്ത്രീ ജീവിക്കേണ്ടി വരുന്ന ഗതികേടെന്ന് ആലോചിച്ച് നോക്കിക്കും. ആ കാലഘട്ടത്തിൽ ഉസ്മാന്റെ കയ്യിലായിരുന്നു മുഹമ്മദ് നബിയുടെ മുഴുവൻ സമ്പത്തും. അന്ന് ഇസ്ലാമിലെ ഭരണാധികാരി, 3ാം ഭരണാധികാരി എന്നറിയപ്പെടുന്നത് ഉസ്മാനായിരുന്നു. ആയിഷ കയറി ഇറങ്ങി ഉസ്മാന്റെ കൊട്ടാരത്തിൽ. മുഹമ്മദ് നബി മരിക്കുമ്പോൾ കോടികളുടെ അധിപനായിരുന്നു. അത് കണ്ടുപിടിക്കാതിരിക്കാൻ പിൽക്കാലത്ത് വന്ന ഹദീസ് സുത്താക്കൾ നബി ജൂതന്റെ കയ്യിൽ പടച്ചിട്ട പണയം വെച്ച പാവപ്പെട്ടവനാണ് എന്നൊക്കെ ഇവർ എഴുതി വെച്ചു, പച്ചക്കള്ളം. അപ്പോൾ ആയിഷയെ ശരിക്കും ഇവർ ഉപയോഗിക്കുകയായിരുന്നു. അങ്ങനെ ഒരുപാട് സ്ത്രീകളെ, എന്തിന്, വളർത്തുമകന്റെ ഭാര്യയെ പോലും തട്ടിയെടുത്ത കിരാതനായ വ്യക്തിയായിരുന്നു മുഹമ്മദ് നബി. ഒരു ഭാര്യമാരോടും നീതി കാണിച്ചിട്ടേ ഇല്ല. 9 ഭാര്യമാരെ മത്തി അടുക്കിയതുപോലെ അടുക്കി കിടത്തി. ഓരോ ഭാര്യമാരെയും ഭോഗിക്കുന്നു 1 മണിക്കൂറിൽ. എത്ര മിനിറ്റ് കിട്ടും ആലോചിച്ചിട്ട്. നമ്മളൊക്കെ കുടുംബവുമായിട്ട് മുമ്പോട്ട് പോകുന്നവരാണ്. എന്നിട്ട് 9 പേർ, 11 പേരെന്നും ആ ഹദീസിൽ റിപ്പോർട്ടുണ്ട്, അനസ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. എന്നിട്ട് 9 പേര് 11 പേരുമായും ബന്ധപ്പെട്ടിട്ട് ഒരു കുളി കുളിച്ച പ്രവാചകൻ എങ്ങനെയാണ് സ്ത്രീകളോട് നീതി കാണിച്ചത്? എല്ലാ സ്ത്രീകളെയും ഇദ്ദേഹം
പിന്നെ തന്നെയുമല്ല പ്രവാചകന്റെ ഒരു പ്രത്യേകത, നമ്മുടെ ഈ പ്രവാചകൻ മാനവരിൽ മഹോന്നതനായതുകൊണ്ട്, എക്കാലത്തെയും മാതൃകാ പുരുഷനായതുകൊണ്ട് എല്ലാ വിധവകളെയും ഒറ്റയ്ക്ക് സംരക്ഷിക്കും. അനുചരന്മാർക്ക് വിധിച്ചു കൊടുത്തൂടെ? ഇല്ല. വിവാഹം കഴിച്ചു മാത്രം സംരക്ഷിക്കാൻ അറിയുന്ന ഒരു വ്യക്തിയായിരുന്നു നമ്മുടെ മുഹമ്മദ് നബി. ചോദ്യത്തിന് ഉത്തരമായി എന്ന് വിചാരിക്കുന്നു. ടീച്ചറെ, ഒരു ചോദ്യം. ടീച്ചർക്ക് എന്നാണ് ഈ ദൈവത്തിലൊരു പൊരുത്തക്കേട്, അതായത് ഇപ്പം ഈ ദൈവം എന്ന് പറഞ്ഞാൽ നമുക്ക് സ്നേഹവാനും കാരുണ്യവാനും ആണെന്ന് പറഞ്ഞ, പക്ഷെ ആ ദൈവത്തിലുള്ള പൊരുത്തക്കേട് എപ്പോഴാ തോന്നി? ഈ ദൈവം അത്ര ശരിയല്ലല്ലോ എന്ന് എപ്പോഴാ തോന്നാൻ തുടങ്ങി? ഏത് സമയത്ത് എങ്ങനെയാണ് അത് തോന്നാൻ തുടങ്ങി? ഓക്കെ, എന്റെ ഉമ്മയ്ക്കും വാപ്പയ്ക്കും ഞങ്ങൾ 13 മക്കളാണ്. ഞാൻ 13ാമത്തെ ആളാണ്. വീട് നിറയെ മക്കളും വയറ് നിറയെ വിശപ്പും മനസ്സ് നിറയെ വേദനകളുമായിട്ടായിരുന്നു ഞങ്ങളുടെ കുട്ടിക്കാലം കഴിഞ്ഞു. തൊട്ടടുത്ത് താമസിക്കുന്നത് എന്റെ ഉമ്മച്ചിയുടെ സഹോദരനാണ്. ആ സഹോദരന്റെ മക്കൾ വിഭവസമൃദ്ധമായ ഭക്ഷണം കഴിക്കുമ്പോൾ ഞങ്ങൾ പട്ടിണിയിലായിരുന്നു. മിക്ക ദിവസവും മുഴുവൻ പട്ടിണിയിലായിരുന്നു ഞങ്ങൾ കഴിഞ്ഞിരുന്നത്. സ്വന്തം സഹോദരനാണ്, തൊട്ടടുത്താണ്, ഞങ്ങൾ കരഞ്ഞാൽ പോലും കേൾക്കാൻ സാധിക്കുന്നത്ര ദൂരത്തായിരുന്നു. ചാക്ക് കണക്കിന് ഉണക്ക മരിച്ചിനിയും തേങ്ങയും ഒക്കെ അവരുടെ വീട്ടിൽ കൊണ്ടിടുമ്പോൾ ഞങ്ങളുടെ വീട്ടിൽ 1 കിലോ അരി പോലും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതൊക്കെ പടച്ചവനാണ് ചെയ്യുന്നതെങ്കിൽ ആ മക്കളുടെ വിശപ്പും വേദനയും ഒരുപോലെ, ഞങ്ങളുടെ വിശപ്പും വേദനയും ഒരുപോലെ, എന്തുകൊണ്ടാണ് ഞങ്ങളെ മാത്രം വിശപ്പിന്റെ വേദന അനുഭവിപ്പിച്ചത്? എന്റെ കുട്ടിക്കാലത്ത് ഞാൻ കണ്ടതെല്ലാം നമസ്കാരപ്പായയിലിരുന്ന് വെട്ടിക്കൊല്ലാൻ വരുന്ന ആൾക്കാരെ പോലെ എന്റെ ഉമ്മ നെഞ്ചിലിടിച്ച് കൈകൾ മുകളിലേക്ക് ഉയർത്തി കരയുന്നതാണ് കണ്ടിട്ടുള്ളത്. ഭയങ്കരമായി കരയുമായിരുന്നു. കാരണം മക്കൾ വിശന്ന് ചുറ്റിനും കിടന്ന് കരയുവാണ്. തൊട്ടടുത്ത് താമസിക്കുന്നത് സഹോദരൻ, അതിന്റെ അപ്പുറത്ത് താമസിക്കുന്നത് സ്വന്തം സഹോദരി. അവർക്കൊന്നും ഇത്രയും വിഷമങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് തുണികളൊന്നും പുതിയത് വേണ്ട, വലിയ കൊട്ടാരം വേണ്ട, അറ്റ്ലീസ്റ്റ് ഒരു നേരമെങ്കിലും വയറ് നിറയെ ഭക്ഷണം തരാൻ എന്തുകൊണ്ടാണ് ഈ സൃഷ്ടാവിന് കഴിയാതെ പോയത്? ഉപ്പ, എന്റെ വാപ്പച്ചി നന്നായിട്ട് അധ്വാനിക്കുന്ന ആളാ. എത്ര അധ്വാനിച്ചാലും നമുക്കറിയാമല്ലോ അന്ന് എത്ര കിട്ടുമെന്ന്. എന്റെ ഉമ്മച്ചി പാറമടയിൽ മെറ്റിലടിക്കാൻ വരെ പോയിട്ടുണ്ട് ഞങ്ങൾക്ക് ചോറ് തരാൻ വേണ്ടി. എന്നിട്ട് 2 കൈയും പൊട്ടി ചോര ഒലിച്ചു വന്ന് എന്റെ മൂത്തവളാണ് ഉമ്മക്ക് ചോറ് വാരി വായിൽ വെച്ചു കൊടുത്തത്. അത്രയ്ക്ക് ദാരിദ്ര്യവും പട്ടിണിയും അനുഭവിപ്പിച്ചിട്ടും എന്തുകൊണ്ടാണ് സൃഷ്ടാവ് പ്രവർത്തിക്കാതിരുന്നത്? അപ്പോൾ മുതൽ ഈ ദൈവത്തെ ക്രിട്ടിസൈസ് ചെയ്തു തുടങ്ങി, വെറുക്കാൻ തുടങ്ങി. വളരെ നല്ല ഒരു വിശദീകരണമായിരുന്നു. അപ്പൊ അങ്ങനെ ചിന്തിക്കുന്നതിനോട് ഞങ്ങളും അനുകൂലമാണ്. കാരണം നമ്മൾ മനുഷ്യന്റെ യുക്തിക്ക് ബോധ്യപ്പെടാത്ത ഒരു ദൈവത്തെ നമ്മൾ ഉൾക്കൊള്ളുന്നതിൽ അർത്ഥവുമില്ല. VV ജോർജ് എന്ന് പറഞ്ഞ ഒരാള് ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അദ്ദേഹം എഴുതിയിരിക്കുന്ന, ഐ സോ എ ക്രിസ്ത്യൻ മലയാളി ലേഡി ഹു കൺവേർട്ടഡ് ടു ഇസ്ലാം ആൻഡ് ഗോ അറൌണ്ട് സേയിങ് ദാറ്റ് ദിസ് ഈസ് ദ ബെസ്റ്റ് റിലീജിയൻ ഫോർ എ ഗേൾ. വൈ ഡു യു തിങ്ക് ഷീ സേസ് സോ? ഷീ ഈസ് ഓൺ യൂട്യൂബ്. ഏതോ ഒരു ക്രിസ്ത്യൻ യുവതി ഇസ്ലാം മതം സ്വീകരിച്ചിട്ട് സ്ത്രീകൾക്ക് ഏറ്റവും ബെസ്റ്റ് മതം ഇതാണെന്ന് യൂട്യൂബിലൂടെ പ്രചരിപ്പിക്കുന്നുണ്ട് എന്നാണ് VV ജോർജ് ചോദിച്ചിരിക്കുന്നത്. അത് ടീച്ചറുടെ ശ്രദ്ധ. ഞാൻ ഇസ്ലാം മതം സ്വീകരിച്ച ആളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവരൊരു യൂട്യൂബർ ആണ്, ഒരുപാട് വീഡിയോ ഇടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ നമ്മുടെ നാട്ടിലും പല ആൾക്കാരും ഇസ്ലാം മതം സ്വീകരിക്കുന്നുണ്ട്. ഇവർ ശരിക്ക് ഒരാൾ ഒരു മതം സ്വീകരിക്കുന്നെങ്കിൽ അവർ ഏതോ മതത്തിലാണോ ഉണ്ടായിരുന്നത് ആ മതത്തെ കുറിച്ച് അറിയണം. എന്റെ മതത്തിൽ എന്ത് പോരായ്മയാണുള്ളത് എന്നറിയണം. എന്നിട്ടാണ് അടുത്ത മതത്തിലേക്ക് പോകുമ്പോൾ അതിന്റെ മേന്മ, അതിന്റെ ക്വാളിറ്റി നമുക്ക് മനസ്സിലാവും. എനിക്ക് ഇസ്ലാം മതത്തിൽ നിന്നും കൺവേർട്ട് ചെയ്ത് പോയ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അവരൊക്കെ എന്നോട് പറയാറുണ്ട് ഇസ്ലാമിലെ ഈ ലോജിക് ഇല്ലായ്മ. അപ്പൊ ഞാൻ ചോദിക്കും, പോയ മതത്തിലെ ലോജിക് എന്താണ് എന്ന് ഞാൻ ചോദിക്കാറുണ്ട് എല്ലാവരോടും. അപ്പോൾ അവര് പ്രതിനിധാനം ചെയ്യുന്ന ഇസ്ലാം ഏത് തരത്തിലുള്ള ഇസ്ലാമാണ്? അവർ ഈ മേമ്പൊടി മാത്രമേ കാണുന്നുള്ളൂ. ഇപ്പോ കുന്നമംഗലം മുക്കം എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഒരു BSNL ജോലിക്കാരനായ ഒരാളിന്റെ ഭാര്യ ശുഭ എന്നാണ് അവളുടെ പേര്. അവരൊരു സ്കൂളിലെ അധ്യാപികയായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന ഒരു ടൈപ്പിസ്റ്റ് ഇസ്ലാമിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു മനസ്സിലാക്കി അവര് 6ഉം 9ഉം വയസ്സുള്ള സ്വന്തം 2 പെൺമക്കളെ ഇട്ട് ഭർത്താവിനെ ഉപേക്ഷിച്ചിട്ട് അവർ ഇസ്ലാമത്തിന്റെ പിന്നാലെ പോയി. ഇനിയും അവർക്ക് ഇത് മനസ്സിലായാൽ പോലും അവർക്ക് തിരിച്ചു വരാൻ കഴിയില്ല. കാരണം ഇസ്ലാം പഠിപ്പിക്കുന്നത് ഇതിവര് മനസ്സിലാക്കണം ആദ്യം. അതായത് അവിശ്വാസികളായ
മാതാപിതാക്കളോടും മക്കളോടും പോലും ഒരു തരത്തിലും നമ്മൾ കോപ്പറേറ്റ് ചെയ്യാൻ പാടില്ല, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് പറയുന്ന ഒരു മതത്തെ ഞാനാണെങ്കിൽ കല്ലെറിഞ്ഞോടിക്കും. കാരണം എനിക്ക് ജന്മം നൽകിയ മാതാവിനെ ഞാൻ സ്നേഹിക്കണമെങ്കിൽ, അവരോടുള്ള കടമകളും കടപ്പാടുകളും ഞാൻ മനസ്സിലാക്കി അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അവരുടെ മതം നോക്കണമെന്ന് പറയുന്നത് ദൈവമാണെങ്കിൽ ഞാൻ ചേരിപ്പൂരി ദൈവത്തിന്റെ മുഖത്തടിക്കും. കാരണം എന്റെ ഉമ്മ എനിക്ക് ജന്മം നൽകിയത് മകളായിട്ടാ, മതമായിട്ടല്ല. അത്തരത്തിൽ പല ആൾക്കാരും മതം മാറിപ്പോകുന്നുണ്ട്. ഇസ്ലാം പർദ്ദ ഭയങ്കര ശ്രേഷ്ഠമാണ്. ആദ്യമായിട്ട് ഇവർ പർദ്ദയിലേക്കാണ് ഇവർക്ക് ഒരു അടുപ്പം വരുന്നത്. പർദ്ദ നല്ല മതമാണ്. അതുപോലെ പരലോകം, സ്വർഗം, നരകം ഇതിനെ കുറിച്ചൊന്നും ഡീപ്പായിട്ട് ഒന്നും തന്നെ അറിയില്ല. ഒരു വൈക്കത്തുകാരി പെൺകുട്ടി അഖില ഹദിയ, ഞാൻ ആ കേസുമായിട്ട് ഇടപെട്ട ആളാണ്. ആ കുട്ടിയെ SDPIക്കാർ മതം മാറ്റിക്കൊണ്ടു. ആ കുട്ടിയെ മസ്തിഷ്ക പ്രക്ഷാളനം നടത്തി വീട്ടിൽ ലോക്ക് ചെയ്തു. പോലീസ് എസ്കോർട്ടൊക്കെ പോയി. അങ്ങനെ പോലീസ് സെക്യൂരിറ്റിയിലായിരുന്നു ആ കുട്ടി ഉണ്ടായത്. ഞാൻ പോയി ആ കുട്ടിയെ കാണാൻ. ആ കുട്ടി എന്നോട് പറഞ്ഞത്, അപ്പോ ഈ കുട്ടി ആദ്യം തന്നെ ഞാൻ പോയപ്പോ എന്റെ കാല് നീട്ടി കാണിച്ചു. എന്റെ കാലിൽ മന്തില്ല. ഓ, ഞാൻ മുമ്പ് മറ്റേ സമകാലിക മലയാളം എന്ന് പറയുന്ന ഒരു മാഗസിനിൽ DC-ക്കാരുടെ അതില്ലാത്ത എഴുതിയിരുന്നു, അഖിലയുടെ ഒരു കാലിലെ മന്ത് അടുത്ത കാലിലായിരുന്നു. കാരണം ഹിന്ദു മതത്തിലായിരുന്നു ഉണ്ടായിരുന്നത്, ഇപ്പൊ ഇസ്ലാം മതത്തിലായി. രണ്ടും മന്ത് തന്നെയാണ് എന്നുള്ള രൂപത്തിൽ ഈ കുട്ടി എന്നെ മനസ്സിൽ വെച്ചുകൊണ്ടൊക്കെ ഞാനത് വിട്ടു, ഞാൻ മറന്നു. അപ്പൊ ഞാൻ പോയി കുട്ടിയോട് സംസാരിച്ചു. വളരെ കോപ്പറേറ്റ് ചെയ്തു കുട്ടി. പോയി കുട്ടി എന്നോട് പറഞ്ഞു, ഞാൻ യമനിലേക്ക് പോകാനിരിക്കുകയായിരുന്നു. അതായത് നബി ആട് മേച്ചിട്ടുണ്ട്, അപ്പോ ഞാനും ആട് മേയ്ക്കണം എന്നാലേ വിശ്വാസിയാകൂ എന്നാണ് എന്നെ മതം പഠിപ്പിച്ചവർ പറഞ്ഞു തന്നത്. വിദ്യാഭ്യാസമില്ലാത്ത ആളല്ല ഈ പറയുന്നത്. ഹോമിയോ ആണെങ്കിലും ഡോക്ടർ പെൺകുട്ടിയാണ് പറയുന്നത്. അപ്പൊ ഇവർക്ക് എന്ത് തരത്തിലുള്ള ബോധമാണ് ഇസ്ലാമിനെ കുറിച്ചുള്ളത് എന്ന് എനിക്കറിയില്ല. അച്ഛന്റെ നെഞ്ചിൽ ചവിട്ടി സെക്യൂരിറ്റി പോലീസുകാർ ഈ കുട്ടിയുടെ സാന്നിധ്യത്തിൽ എനിക്ക് പറഞ്ഞു തന്നതാ. ഞങ്ങൾ നിന്നപ്പോൾ തന്നെ ഈ കുട്ടി വയലന്റ് ആയി. കാരണം അവർ അവിശ്വാസികളാണ്. അതുകൊണ്ട് അവരോട് ഒരു തരത്തിലുമുള്ള അനുനയം പാടില്ല എന്നാണ് ഇവർ പഠിപ്പിക്കപ്പെടുന്നത്. ഇങ്ങനെ പഠിപ്പിക്കപ്പെടുന്ന ഒരു മതം എങ്ങനെയാണ് കാരുണ്യത്തിന്റെ മതമായി മാറുന്നത്? നബി വള്ളി നിക്കറിട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വള്ളി നിക്കറിട്ട് നടക്കുമോ? നബി ഒട്ടകപ്പുറത്താണ് യാത്ര ചെയ്തതെങ്കിൽ നിങ്ങളും ഒട്ടകപ്പുറത്ത് യാത്ര ചെയ്യുമോ? ഇപ്പോ കാസർഗോഡ് തൃക്കരിപ്പൂർ പടന്ന ഭാഗത്തു നിന്നും ഒരുപാട് ആൾക്കാർ ISIS-ലേക്ക് പോയി. പൊട്ടിത്തെറിക്കാൻ എന്താണ് അവരുടെ മോട്ടീവ്? നബി യുദ്ധം ചെയ്തിട്ടുണ്ട്, നബി സ്ത്രീകളെ ഭോഗിച്ചിട്ടുണ്ട്. ബൊക്കോ ഹറാം കണ്ടില്ലേ? തീവ്രവാദ സംഘടന അയാൾ രാജ്യത്ത് പോയി പെണ്ണുങ്ങളെ പിടിച്ചു കെട്ടിക്കൊണ്ടുപോകാണ് ലൈംഗിക അടിമകളാക്കാൻ. ഇത്തരത്തിലൊരു മതം, ആദ്യം ഈ മതം എന്താണ് എന്ന് പഠിക്കണം. അതായത് നെയ്യപ്പത്തിൽ നെയ്യില്ലാത്തതുപോലെ ഈ സമാധാനത്തിന്റെ മതത്തിൽ ഒരിക്കലും സമാധാനമില്ല. ഇനി കൺവേർട്ട് ചെയ്ത് വരുന്നവരോട് എനിക്കൊരു ചെറിയ റിക്വസ്റ്റ്, നിങ്ങൾക്ക് എന്താണ് സ്വർഗത്തിലുള്ളത് എന്ന് നിങ്ങൾക്കറിയുന്ന ഏതെങ്കിലും ഒരു പണ്ഡിതനോടൊന്ന് ചോദിക്കണം. അവിടെയും ഇവിടെയും നിങ്ങളുടെ ഡ്യൂട്ടി പുരുഷനെ സുഖിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ്. കാരണം ഈ 72 പേരിൽ കാത്തു നിൽക്കണം എപ്പോഴാണ് നമ്മുടെ ഊഴമെന്ന്. അപ്പൊ നമ്മുടെ ഊഴം വരുമ്പോൾ ഇയാളെ മാക്സിമം സുഖിപ്പിക്കുക, എന്നിട്ട് വീണ്ടും കാത്തിരിക്കണം. അടുത്ത 71 കഴിഞ്ഞിട്ട് അടുത്തത് നമ്മളിലേക്ക് വരത്തുള്ളല്ലോ. ഇനി ഇടയ്ക്ക് പറഞ്ഞ ദുനിയൊക്കെ വരെയും ചെയ്യാം. നിങ്ങളുടെ നീതി എന്താണ് എന്ന് ചോദിക്കണം. ഞങ്ങളൊക്കെ ഈ മതം പഠിക്കാതെ മതം വിട്ടവരല്ല. ഞാൻ പഠിച്ചത് മലപ്പുറം ജില്ലയിലെ മുജാഹിദിന്റെ ഈറ്റില്ലമായ ജാമിയ നദവിയ അറബി കോളേജ്, മലപ്പുറം എടവണ്ണ, ആ അറബി കോളേജിലാണ് പഠിച്ചത്. പ്രശസ്തരായ പ്രഗത്ഭരായ വാഗ്മികളായ പല ആൾക്കാരുടെയും ശിഷ്യയാണ് ഞാൻ. ഇങ്ങേയറ്റം MM അക്ബറിൻ അടക്കം എന്റെ അധ്യാപകനാണ്. ഷംസീൻ പാലത്ത് മുജാഹിദ് ബാലുശ്ശേരിയാണ് എന്റെ വിവാഹത്തിന്റെ എല്ലാം ചെയ്തിരുന്നത്. അതായത് വിവാഹത്തിന്റെ ഒരു പ്രസംഗമുണ്ട്, കൈപിടിച്ചു കൊടുക്കുന്ന ഒരു ചടങ്ങുണ്ട്, എല്ലാം ചെയ്തിരുന്നത് അദ്ദേഹമായിരുന്നു. അപ്പൊ ഞങ്ങളൊന്നും മതം പഠിക്കാതിരുന്നവരല്ല. അപ്പൊ സത്യത്തിൽ ഒരാൾ ഇസ്ലാമിലേക്ക് വരുമ്പോൾ അതിന്റെ ഗുണമറിയണമെങ്കിൽ ആ മതത്തിൽ നിന്നും പുറത്തു പോയവരോട് ചോദിക്കണം. അപ്പോഴാണ് ആ മതത്തിന്റെ മേന്മ എന്താണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. താങ്ക് യു ടീച്ചർ, വളരെ വിശദമായി പറഞ്ഞു. വേറൊരാള് ചോദിച്ചിരിക്കുന്നത്, ഇസ്ലാം മതത്തിലെ സ്ത്രീകളുടെ ആശ്വാസത്തിനും സ്വാതന്ത്ര്യത്തിനും ഒക്കെ ആയിട്ട് ഈ ടീച്ചർ ഈ പ്രഭാഷണം മാത്രമല്ലാതെ മറ്റെന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്നൊരു ചോദ്യമുണ്ട്. എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ആയിട്ട്? എനിക്കിപ്പോ ഒന്നും ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലല്ല ഞാനുള്ളത്. ഈ ലോക്ക്ഡൌൺ വന്നു, എനിക്ക് പ്രസംഗത്തിനൊന്നും പോകാൻ പറ്റാതെ, അല്ലെങ്കിലും ഞാൻ പോലീസ് സെക്യൂരിറ്റിയിലാണ് എവിടെയും പോകുന്നത്. എനിക്കൊരു സ്വാതന്ത്ര്യവുമില്ല. ഞാൻ വല്ലാത്ത വിഷമത്തിലാണ്. അങ്ങനെയാണ് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി. ഞാൻ വിചാരിച്ചു എനിക്ക് പറയാനുള്ളത് പറയാം, കുറച്ച് ആൾക്കാരാണെങ്കിലും കേൾക്കട്ടെ എന്ന് വിചാരിച്ചു. ഒരു 5-6 മാസം കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഏതാണ്ട് 80,000-ലധികം ഫോളോവേഴ്സ്, 80,000-ഓളം ഫോളോവേഴ്സ് ഉണ്ട് ആ ചാനലില്. അതിലൂടെ
ദിവസവും 2 വീഡിയോ വീതം ഇടാറുണ്ട്. ഇൻകം ഒന്നും വന്നു തുടങ്ങിയിട്ടില്ല. മോണിറ്റൈസേഷന് ചെറിയൊരു പ്രശ്നമുണ്ട്. അഡ്രസ് എല്ലാം തിരുവനന്തപുരമാണ്. അതുകൊണ്ട് തിരുവനന്തപുരത്തെ അഡ്രസ് ആയതുകൊണ്ട് അവിടെയാണ് ആ പെർമനന്റ് കോഡ് ചെല്ലുന്നത്. അതെനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ചെറിയൊരു പ്രശ്നമുണ്ട്. എന്നാലും ഞാനൊരു ഫിനാൻസ് ലക്ഷ്യം വെച്ചിട്ടല്ല, ഞാനിത് ആസ്വദിച്ച് ചെയ്യുന്ന ഒരു ജോലിയാണ്. കാരണം എന്നെ പോലെ ആയിരങ്ങൾ ഉണ്ട് മതത്തിനകത്ത് കിടന്ന് വല്ലാതെ ബുദ്ധിമുട്ടുന്നവർ. അവരെയൊക്കെ പിടിച്ച് ഒന്ന് കയറ്റിക്കൊണ്ടുവരാൻ സാധിക്കണം. ഒരുപാട് പെൺകുട്ടികൾ ഇപ്പോൾ എന്റെ ഫാൻസ് ആയിട്ടുണ്ട്. അവരൊക്കെ എന്നോട് രഹസ്യമായിട്ട് വാട്സപ്പുകളിലൊക്കെ ഗ്രൂപ്പുകൾ ഉണ്ടാക്കി എന്നെ അതിലേക്ക് കൊണ്ടുപോകാറുണ്ട്. ഞങ്ങൾ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാറുണ്ട്. ഒരുപാട് എന്തായാലും ഖുർആൻ വായിക്കുന്നവർക്ക് ഇത് മനസ്സിലാകും. ഞാൻ ആകെ ചെയ്യുന്ന ഫേസ്ബുക്കിൽ എഴുതാറുണ്ട്, പിന്നെ യൂട്യൂബിലെ ഇതൊക്കെ തന്നെ മാത്രമാണ് ആകെ ഇപ്പോൾ ഉള്ള പ്രവർത്തനം. പിന്നെ എഴുതാറുണ്ട്. താങ്ക് യു. നൂറ്റാണ്ടുകളായിട്ട് അടഞ്ഞു കിടന്ന വലിയൊരു വീടിന്റെ ഈ ജനലും കതവും ഒക്കെ തുറക്കുമ്പോൾ ഈ നരിച്ചീറുകളൊക്കെ പറക്കുന്ന, അപ്പൊ അത്രയും ഒരു ഉദ്യമത്തിലാണ് ടീച്ചർ ഏർപ്പെട്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് ടീച്ചറുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. അത് എല്ലാ മതങ്ങളിലും, പിന്നെ ഇസ്ലാം മാത്രമല്ല എല്ലാ മതങ്ങളിലും ഉള്ള ഇത്തരത്തിലുള്ള മാമൂലുകളും സ്ത്രീ വിരുദ്ധ നയങ്ങളും മനുഷ്യാവകാശ വിരുദ്ധമായ നയങ്ങളും എല്ലാം മാറണം. മനുഷ്യൻ പുരോഗമിക്കുന്ന ഈ കാലഘട്ടത്തിൽ അതിൻ്റെതായ പ്രതിഫലനങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകണം. അതുകൊണ്ട് നിങ്ങളുടെ ഈ സ്വതന്ത്ര ചിന്തകരുടെ പ്രവർത്തനങ്ങൾക്ക് ഞങ്ങൾ എല്ലാ ഭാവങ്ങളും അർപ്പിക്കുന്നു. യുക്തിചിന്തയ്ക്ക് ബോധ്യപ്പെടുന്ന വിശ്വാസമാണ് മനുഷ്യൻ പിടിക്കേണ്ടതെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത്. ഞങ്ങളോടുകൂടെ ഇതിൽ സംബന്ധിച്ച് ഇത്രയും സമയം ചെലവഴിച്ചതിൽ ടീച്ചർക്ക് ഞങ്ങൾ നന്ദി അറിയിക്കുന്നു. താങ്ക് യു വെരി മച്ച്. ടീച്ചറുടെ തുറന്നുള്ള പ്രവർത്തനങ്ങളിൽ ഞങ്ങൾ എല്ലാ ആശംസകളും അർപ്പിക്കുന്നു. താങ്ക് യു ടീച്ചർ. നമ്മുടെ വിഷയം മതവും സ്ത്രീ സ്വാതന്ത്ര്യവും എന്നുള്ളതായിരുന്നു. ഗ്ലോറിയസ് ഗോസ്പലിൽ പറയാനുള്ളത് ക്രിസ്തു നൽകിയ സ്വാതന്ത്ര്യം എന്തായിരുന്നു, എന്നാൽ ക്രിസ്തുവിന്റെ അനുയായികളായിരുന്ന അല്ലെങ്കിൽ ക്രിസ്തു എങ്ങനെയാണ് ആ ശമര്യ സ്ത്രീയെ കണ്ടിരുന്നത്, അല്ലെങ്കിൽ മറ്റു സ്ത്രീകളെ കണ്ടിരുന്നതിനേക്കാൾ വിഭിന്നമായ രീതിയിൽ മതസംവിധാനങ്ങൾ എങ്ങനെയാണ് സ്ത്രീകളെ കാണുന്നത് എന്നുള്ളൊരു ധാരണ ഉണ്ടാകുവാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇപ്പോൾ ഷെയർ ചെയ്തിട്ടുള്ളത്. ക്രിസ്തു അതിനകത്ത് പറഞ്ഞൊരു വാക്കുണ്ട്, എല്ലാവരും നിന്നെ റിജക്റ്റ് ചെയ്തിട്ടുണ്ട്, ത്യജിച്ചിട്ടുണ്ട്, എങ്കിലും മശിഹ നിന്നെ ത്യജിച്ചിട്ടില്ല. ഇന്നും 2000 വർഷങ്ങൾക്ക് ഇപ്പുറം ഒരു ശമര്യ സ്ത്രീയെ പ്രസംഗവേദികളിൽ നിന്നും എത്രത്തോളം നിന്ദിക്കാമോ അത്രത്തോളം നമ്മൾ നിന്ദിക്കാറുണ്ട്, എങ്കിലും ക്രിസ്തു നിന്ദിച്ചിട്ടില്ല. അതാണ് ഗ്ലോറിയസ് ഗോസ്പൽ ഈ യഥാർത്ഥ ക്രിസ്ത്യാനിത്വത്തെ അല്ലെങ്കിൽ യഥാർത്ഥ ക്രിസ്തുവിനെ വരച്ചു കാട്ടുവാൻ ആഗ്രഹിക്കുന്നത്. ഇന്നത്തെ നമ്മുടെ മതവും സ്ത്രീ സ്വാതന്ത്ര്യവും എന്നുള്ള ഈ വിഷയത്തെക്കുറിച്ചുള്ള ചർച്ചയിൽ ജാമിദ ടീച്ചറിന്റെ വലിയൊരു സംഭാവന തന്നെ നമുക്ക്, അല്ലെങ്കിൽ അവരുടെ കാഴ്ചപ്പാടുകൾ നമുക്ക് കേൾക്കുവാനായിട്ട് ഇടയായി തീർന്നു. അതിൽ നിന്നും പല ആളുകൾക്കും പല രീതിയിൽ ആ ഒരു കാഴ്ചപ്പാടുകൾ, അല്ലെങ്കിൽ സ്ത്രീകളെ കുറിച്ച് അത്യാവശ്യം നമുക്ക് ചിന്തിക്കുവാനും ഒരു സ്ത്രീ അനുഭവിക്കുന്ന വിവേചനങ്ങൾ എന്തെല്ലാമാണെന്നും അത് ഓരോ മതത്തിലും ചേർത്ത് വെച്ച് നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങൾ നമുക്ക് അറിയുവാനായിട്ട് സാധിച്ചു. ഗ്ലോറിയസ് ഗോസ്പലിന്റെ 2020 വെബിനാറിന്റെ 4ാം ദിവസം അല്ലെങ്കിൽ സമാപന ദിവസമാണ് ഇന്ന് നമ്മുടെ വെബിനാർ അവസാനിച്ചിരിക്കുകയാണ് ഔദ്യോഗികമായി. ഇതിൽ ഒരുപാട് പേരോട് നന്ദി പറയേണ്ടതുണ്ട്. ആ നന്ദി പറയുക എന്നുള്ളതാണ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന കർത്തവ്യം. ഈ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ നമുക്ക് ഒരുപാട് ലൈവ് കോൺഫറൻസുകൾ എല്ലാം നമുക്ക് നഷ്ടമായി. എങ്കിലും ഈ വർഷത്തിന്റെ അവസാനത്തോടു കൂടി ഒരു വെബിനാർ നമുക്ക് സംഘടിപ്പിക്കാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ടായിരുന്നു. ആരെ വിളിക്കും, ആരെയാണ് ഗ്ലോറിയസ് ഗോസ്പൽ, ഇത് എത്ര പേർക്കാണ് എൻലൈറ്റഡ് ആയിട്ടുള്ളത്, എത്ര പേർക്കാണ് ഗ്ലോറിയസ് ഗോസ്പലിന്റെ ഒരു സെമിനാറിൽ വന്ന് സംസാരിക്കാൻ കഴിയുന്നത്? നമ്മളറിയാം, പല രീതിയിലും പാശ്ചാത്യ സ്വാധീനങ്ങൾ ഉള്ള പല ആളുകളും ആണ് നമുക്ക് പ്രമുഖരായിട്ടുള്ളത്. എന്നാൽ ഈ പൗരസ്ത്യ സുവിശേഷത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന വിവിധ ചിന്താധാരയിലുള്ള ആളുകളെ എങ്ങനെ ഉൾക്കൊള്ളിക്കാം എന്നുള്ള ചിന്താഗതിയിൽ വന്ന ആളുകളാണ് ഈ 4 ദിവസവും നമുക്ക്, അല്ലെങ്കിൽ പ്രധാനമായി 3 പേര് അതിഥികളായിട്ട് വന്നിട്ടുള്ള ഈ വെബിനാർ എന്ന് പറയുന്നത്. അതിൽ ആദ്യ ദിവസം നമ്മളോടൊപ്പം ജോയിൻ ചെയ്തത് ഫാദർ ബോബി ജോസ് കപ്പിച്ചിനച്ചനാണ്.
അദ്ദേഹത്തോടുള്ള വലിയ നന്ദി. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ നമുക്കറിയാം, അദ്ദേഹം ചെയ്യുന്നത് ഗ്ലോറിയസ് ആയിട്ടുള്ള ഒരു പ്രവർത്തനം തന്നെയാണ്. ആ പ്രവർത്തനങ്ങളെല്ലാം ഇത് കാണുന്നവർ എല്ലാവരും അത് ഓർക്കണം, അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ മാനിക്കണം. പ്രത്യേകിച്ച് ഫാദർ ബോബി ജോസ് അച്ഛനോടുള്ള നന്ദിയെ അറിയിക്കുകയാണ്. അദ്ദേഹത്തിൽ നിന്നും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കുവാൻ, നമ്മൾ ഒരു സാധാരണ ക്രിസ്ത്യാനി നോർമലായി ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറമായ ഒരു വലിയൊരു ചിന്താധാര അദ്ദേഹം തുറന്നു തന്നു. 2000 വർഷമായിട്ടും കിട്ടിയൊരു ചോദ്യപേപ്പറിൽ ഉത്തരം എഴുതാൻ അറിയാത്തവനായിരുന്നു എന്നൊരു ക്രിസ്ത്യാനി എന്ന അദ്ദേഹത്തിന്റെ ആ ഒരു ചോദ്യം വളരെ പ്രസക്തമായിരുന്നു. എന്തായാലും ഫാദർ ബോബി ജോസ് അച്ഛനോടുള്ള നന്ദി അറിയിക്കുകയാണ് ഗ്ലോറിയസ് ഗോസ്പലിന്റെ പേരിൽ. രണ്ടാമത്തെ ദിവസം നമ്മളെക്കുറിച്ച് യാതൊരു അറിവുമില്ലാത്ത, നമ്മൾ ഗ്ലോറിയസ് ഗോസ്പൽ എന്താണെന്ന് പോലും അറിയാത്ത, അല്ലെങ്കിൽ ഇവിടെയുള്ള ക്രിസ്ത്യാനിത്വത്തിൽ നമ്മൾ ഗ്ലോറിയസ് ഗോസ്പൽ എന്താണ് സംസാരിച്ചുകൊണ്ടെന്ന് അറിയാത്ത ഒരു വ്യക്തിത്വമാണ് നമുക്ക് രണ്ടാമത്തെ ദിവസം നമ്മളോടൊപ്പം ജോയിൻ ചെയ്തത്. ആ ജോയിൻ ചെയ്ത് അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ്. അദ്ദേഹം ഇന്ന് ഓരോ ദിവസവും പല ആളുകൾക്കും, പല രീതിയിലുള്ള ആളുകൾക്കും ക്ലാസ്സുകൾ എടുക്കുന്ന ഒരു മഹത് വ്യക്തിയാണ് മൈമശ്രീ സ്വാമി ചിദാനന്ദ പുരി അവറുകൾ. അദ്ദേഹത്തിന്റെ ക്ലാസ്സുകളും വളരെ ഉപകാരപ്രദമായിരുന്നു. അദ്ദേഹത്തോടുള്ള നന്ദി അറിയിക്കുകയാണ്. പ്രത്യേകാൽ അതേ ദിവസം നമ്മളോടൊപ്പം ഒരു വിശിഷ്ട വ്യക്തി ജോയിൻ ചെയ്തിരുന്നു. മലങ്കര ഓർത്തഡോക്സ് സഭയിലെ മെത്രാനായിരിക്കുന്ന അഭിവന്ധ്യ ഗീവർഗീസ് മാർ യൂലിയോസ് തിരുമേനി, അദ്ദേഹം നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിരുന്നു. ടെക്നിക്കൽ എറർ കൊണ്ട് നമുക്ക് അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ അത് കേൾക്കാൻ കഴിഞ്ഞിരുന്നില്ലെങ്കിലും അദ്ദേഹം നമ്മളോടൊപ്പം ജോയിൻ ചെയ്തു. അദ്ദേഹത്തോടുള്ള പ്രത്യേകമായ നന്ദി ഗ്ലോറിയസ് ഗോസ്പലിന്റെ പേരിലും അറിയിക്കുന്നു. ഒപ്പം അന്ന് നമ്മുടെ ഒപ്പം സ്വാമിജിയോടൊപ്പം ജോയിൻ ചെയ്ത എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്. മൂന്നാം ദിനം നമ്മുടെ പാസ്റ്റർ ഷിബു പിടിയേക്കൽ കൃപയുടെ ആവർത്തനങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുകയുണ്ടായി. അദ്ദേഹത്തോട് നന്ദി പറയണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും നന്ദി പറയണം. ഇത്രയെല്ലാം ഗ്ലോറിയസ് ഗോസ്പലിന്റെ ഈ പ്രവർത്തനങ്ങൾക്ക് പിന്നിൽ ചുക്കാൻ പിടിക്കുകയും ഈ ഒരു ചിന്താധാരയെ വിവിധയിടങ്ങളിലേക്ക് എത്തിക്കുവാൻ അതിനുവേണ്ട സോഴ്സുകൾ, അതിനുവേണ്ട അറിവുകൾ ഞങ്ങൾക്ക് വേണ്ടി ശേഖരിച്ച് ഞങ്ങൾക്ക് വളരെ ലളിതമായി ഒരു സാധാരണക്കാരന് മനസ്സിലാകുന്ന രീതിയിൽ ഞങ്ങളിലേക്ക് എത്തിക്കുന്ന പാസ്റ്റർ ഷിബു പിടിയേക്കലിനോട് പ്രത്യേകമായ നന്ദി പറയേണ്ടതായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും പറയണം. അദ്ദേഹം ഇല്ലെങ്കിൽ തന്നെ ഈ വെബിനാർ ഇവിടെ ഇങ്ങനെ സംഭവ്യമാകില്ല. അദ്ദേഹത്തോടുള്ള നന്ദിയും ഞാൻ എൻ്റെ വ്യക്തിപരമായ പേരിലും എല്ലാ ഗ്ലോറിയസ് പ്രേക്ഷകരുടെ പേരിലും ഞാൻ അറിയിക്കുകയാണ്. ഇന്ന് ദിവസം നമുക്ക് ജാമിത ടീച്ചറാണ് യുക്തിവാദ മേഖലയിൽ നിന്നും, അല്ലെങ്കിൽ ഒരു സ്ത്രീപക്ഷത്തു നിന്നും സ്ത്രീകൾക്ക് വേണ്ടി ശബ്ദിക്കുന്ന, സ്ത്രീകളുടെ സ്വതന്ത്ര ചിന്തകളെ ഉണർത്തുന്ന, പലപ്പോഴും മത സംവിധാനങ്ങൾ അടിച്ചമർത്തപ്പെട്ട ഒരു ബുദ്ധിയും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചിന്തയിൽ ജീവിക്കുന്ന സ്ത്രീകൾക്ക് ഒരു ഊർജമാകാൻ ഇന്നത്തെ പ്രസംഗം എല്ലാ മതമേഖലയിലുള്ള സ്ത്രീകൾക്കും അതൊരു പ്രചോദനമായി തീരും എന്ന് തന്നെ ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. ജാമിത ടീച്ചർ തന്റെ വ്യക്തിപരമായ അനുഭവങ്ങളിൽ നിന്നും അതുപോലെ തന്റെ പഠനങ്ങളിൽ നിന്നുള്ള ഒരുപാട് കാഴ്ചകൾ, പല ആൾക്കാർക്കും പുതിയ അറിവായിട്ടുള്ള പല കാര്യങ്ങളും ഇന്ന് ഷെയർ ചെയ്തു എന്ന് വേണം മനസ്സിലാക്കുവാൻ. ഒരു പക്ഷേ പല ക്രിസ്തീയ സമൂഹത്തിലുള്ള പെൺകുട്ടികൾക്കും അത്തരത്തിലുള്ള കാര്യങ്ങൾ അറിയില്ലായിരുന്നു. പലപ്പോഴും നമുക്കറിയാം, ഈ നാളുകളിലെല്ലാം നമുക്ക് പലതരത്തിലുള്ള ജിഹാദുകളെ കുറിച്ചൊക്കെ നമ്മൾ കേൾക്കുന്നു. സഭ അതിനു വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോൾ പോലും ഒരു ക്രിസ്തീയ സമൂഹത്തിന് ചെയ്യുവാൻ കഴിയാത്ത, ക്രിസ്തീയ സമൂഹത്തിന് പോലും പിടിച്ചു നിർത്തുവാൻ കഴിയാതിരുന്ന അത്രയും കാര്യങ്ങളാണ് ജാമിത ടീച്ചറിലൂടെ നമുക്ക് ഇപ്പോൾ കേൾക്കുവാനായിട്ട് സാധിച്ചത്. അത് പല ആളുകൾക്കും, പല കുടുംബങ്ങൾക്കും അത് ഉപകാരമായി തീരുമെന്ന് ഞാൻ പുറമേശിൽ ജാമിത ടീച്ചറോടുള്ള പ്രത്യേക നന്ദി ഇത്തരണത്തിൽ അറിയിക്കുകയാണ്. ഒപ്പം ഈ വെബിനാർ നടക്കുവാൻ പല രീതിയിലും പല ആളുകളും സഹകരിച്ചിരുന്നു. അതിനകത്ത് പ്രത്യേകം എടുത്തു പറയേണ്ടത് ഗ്ലോറിയസ് ദർബാർ എന്ന് പറയുന്ന ഗ്ലോറിയസ് ഗോസ്പലിന്റെ വളരെയധികം ഫോളോവേഴ്സ് ആയിട്ടുള്ള ആളുകളാണ്. ആ കൂട്ടായ്മയെ ഞാൻ വളരെ അവരോടുള്ള നന്ദി അറിയിക്കുന്നു. പ്രത്യേകം ഇതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളെല്ലാം ചെയ്തിട്ടുള്ള ബ്രദർ വിനു ജോസഫ്, ബ്രദർ റിജി പൈലി, ബ്രദർ ജോയ് മാത്യു, അതുപോലെ ബ്രദർ സജി ജോൺ, അതുപോലെ ജസ്ലിൻ ബ്രദർ, അതുപോലെ ഇപ്പോൾ ഇത് ഹോസ്റ്റ് ചെയ്യുന്ന സമയത്താണെങ്കിൽ പോലും ഈ സൂം മീറ്റിംഗിൽ ഹോസ്റ്റ് ചെയ്യുകയും അതിന് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു വെച്ച അലക്സാണ്ടർ അച്ചായൻ, അതുപോലെ സുജിത് അച്ചായൻ, ആൽബർട്ട് അച്ചായൻ, ആൽബർട്ട് യോഹനാൻ, വിജോയ് അച്ചായൻ, അതുപോലെ നമ്മുടെ തോമസ് ഡാനിയൽ അച്ചായൻ,
അങ്ങനെ ഒരുപാട് പേരുടെ പേരുകൾ പറയേണ്ടതായിട്ടുണ്ട്. എല്ലാവരോടുള്ള പ്രത്യേകമായ നന്ദിയെ ഇത്തരണത്തിൽ അറിയിക്കുകയാണ്. ഇത് വെബിനാർ വളരെ വിജയകരമായി പര്യവസാനിപ്പിച്ചതിന് ഇതിന് സഹകരിച്ച ഏറ്റവും വലിയ നന്ദി പറയേണ്ടത് അതായത് ഞങ്ങളുടെ പ്രേക്ഷകരോട് തന്നെയാണ്. പ്രേക്ഷകർ ഒരുപാട് പേര് ജോയിൻ ചെയ്തു, പല ആളുകളും ഫേസ്ബുക്കിലൂടെയും ജോയിൻ ചെയ്തു. നിങ്ങളോട് എല്ലാവരോടുള്ള സഹകരണത്തിന് നന്ദി. നമ്മൾ വീണ്ടും തുടർന്നുള്ള ദിവസങ്ങളെല്ലാം തന്നെ ഗ്ലോറിയസ് ഗോസ്പലിന്റെ മറ്റ് പ്രോഗ്രാമുകളായിട്ട് പോവുകയാണ്. പല ആളുകൾക്കും ഇപ്പോഴും സംശയങ്ങളുണ്ടാവും. ആ സംശയങ്ങളെല്ലാം തന്നെ ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരവുമായി വീണ്ടും ഗ്ലോറിയസ് ഗോസ്പലുകൾ അല്ലെങ്കിൽ എന്താണ് ഇതിൽ നിന്നും ഈ വെബിനാറിൽ നിന്ന് നമുക്ക് പഠിക്കുവാനുണ്ടായ സാഹചര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ തുടർന്ന് നമ്മൾ അടുത്തൊരു ലെവലിലേക്ക് ഗ്ലോറിയസ് ഗോസ്പൽ മൂവ് ചെയ്യുകയാണ്. അതിന് നിങ്ങളും അതോടൊപ്പം തന്നെ ആ ചിന്താധാരയിലേക്ക് കടന്നു വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. തുടർന്നുള്ള ദിവസങ്ങളിലെല്ലാം ഗ്ലോറിയസ് ഗോസ്പലിന്റെ പ്രോഗ്രാമുകൾ ഉണ്ടായിരിക്കുന്നതാണ്. ഗ്ലോറിയസ് ഗോസ്പൽ ഒരു സംഘടനയോ ഒരു പ്രത്യേക പ്രസ്ഥാനങ്ങളോ ഒന്നും തന്നെയില്ല. നമുക്ക് ഒഫീഷ്യലായിട്ട് ചില സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളാണുള്ളത്. അതിൽ പ്രധാനമായിട്ടും ഫേസ്ബുക്ക് തന്നെയാണ്. പാസ്റ്റർ ഷിബു പീഡിയകൽ പാസ്റ്റർ എന്ന ഐഡിയിൽ നമുക്ക് വളരെ മെസ്സേജുകൾ ലഭ്യമാണ്. അതുപോലെ യൂട്യൂബ്, ഫേസ്ബുക്കിന്റെ തന്നെ ഗ്ലോറിയസ് ഗോസ്പൽ എന്ന് പറയുന്ന ഓർത്തഡോക്സ് റോക്ക് എന്നുള്ള ഐഡിയിലുള്ള ഗ്ലോറിയസ് ഗോസ്പലിന്റെ FB പേജ് ഫേസ്ബുക്കിൽ ലഭ്യമാണ്. നിങ്ങൾക്ക് മെസ്സേജുകൾ ഫോളോ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അതിനകത്ത് നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ യൂട്യൂബ് ചാനൽ നമുക്ക് ഒഫീഷ്യൽ ആയിട്ടുള്ളത് ഗ്ലോറിയസ് ഗോസ്പൽ ഒഫീഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ചാനൽ നിങ്ങൾക്ക് ലഭ്യമാണ്. ആ ചാനലിൽ നിങ്ങൾക്ക് 10-600 വീഡിയോകൾ നിങ്ങൾക്ക് ലഭ്യമാണ്. നിങ്ങളുടെ പല സംശയങ്ങൾക്കുള്ള ഉത്തരങ്ങൾ ആ വീഡിയോസിൽ തന്നെയുണ്ട്. ഓരോ രീതിയിലുള്ള മാക്സിമം നമ്മൾ അതിന്റെ ടൈറ്റിലും തമ്പനെയിലും നിങ്ങൾക്കുള്ള ഉത്തരമായി കിട്ടുന്ന രീതിയിൽ നമ്മൾ അവിടെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഗ്ലോറിയസ് ഗോസ്പൽ ഒഫീഷ്യൽ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ എന്താണ് ഗ്ലോറിയസ് ഗോസ്പൽ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ ഗ്ലോറിയസ് ഗോസ്പലിന്റെ യൂട്യൂബ് ചാനലുണ്ട്, നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അതിനകത്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് ഏകദേശം 7 വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്. ഒഫീഷ്യലായിട്ട് ഗ്ലോറിയസ് ഗോസ്പലിന് 7 വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്. അവിടെ നിങ്ങൾക്ക് ഷിബു പീഡിയകൽ പാസ്റ്റർ ചെയ്യുന്ന ലൈവുകൾ അല്ലെങ്കിൽ അതിന്റെ ക്ലിപ്പിംഗ്സുകൾ, വോയിസ് ക്ലിപ്പുകൾ, ഒഫീഷ്യലായിട്ടുള്ള എല്ലാ തരത്തിലുള്ള അറിയിപ്പുകൾ, അതുപോലെ നിങ്ങൾക്ക് ലഭ്യമായിട്ടുള്ള ക്രിസ്തീയ പൗരസ്ത്യ ഗീതങ്ങൾ, അതുപോലെ തന്നെ മറ്റ് പുസ്തകങ്ങൾ, അതിന്റെ PDF ഫയലുകൾ എല്ലാം തന്നെ നിങ്ങളുടെ സംശയങ്ങൾ അല്ലെങ്കിൽ എന്ത് വിഷയം ഉണ്ടെങ്കിലും അവിടുത്തെ അഡ്മിൻസിനെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഗ്ലോറിയസ് ഗോസ്പലുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. അല്ലെങ്കിൽ അത് നമുക്ക് ഗ്ലോറിയസ് ദർബാർ എന്ന് പറഞ്ഞൊരു സൂം ലിങ്ക് തന്നെയുണ്ട്. ആ ലിങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് നേരിട്ടുള്ള സംശയങ്ങളും കാര്യങ്ങളെല്ലാം ചോദിക്കാൻ ഉള്ള അവസരമുണ്ട്. അതുപോലെ നമുക്ക് ഗ്ലോറിയസ് ഗോസ്പലിന്റെ ടെലഗ്രാം ഗ്രൂപ്പ് ഉണ്ട്. നമുക്ക് ടെലഗ്രാമിലാണെങ്കിൽ വാട്സപ്പിനേക്കാളും കുറച്ചും കൂടെ കൂടുതലായിട്ടുള്ള ഫയലുകളും കാര്യങ്ങളെല്ലാം നമുക്ക് ലഭ്യമാകുന്ന രീതിയിൽ നമുക്ക് ഗ്ലോറിയസ് ഗോസ്പലിന്റെ ടെലഗ്രാം ഉണ്ട്. നിങ്ങൾക്ക് അതിന്റെയൊക്കെ ലിങ്ക് വേണ്ടവർ അഡ്മിൻസിനെ നിങ്ങൾ ഫേസ്ബുക്കിലോ വാട്സപ്പിലോ നിങ്ങൾ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ, അതിന്റെ അഡ്മിൻസിനെ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതെല്ലാം ലഭ്യമായിട്ടുണ്ട്. ഇപ്പൊ ഗ്ലോറിയസ് ഗോസ്പൽ വീണ്ടും ഇതേ പ്ലാറ്റ്ഫോമുകളിൽ വളരെ ശക്തമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. വെബിനാർ ഇന്ന് നമുക്ക് കഴിഞ്ഞിരിക്കുകയാണ്. ഇതിനെല്ലാം മുഖാന്തരമായിട്ടുള്ള ഞങ്ങൾ തീർച്ചയായും വിചാരിക്കുന്നത് ദൈവത്താൽ നിയോഗിക്കപ്പെട്ട വ്യക്തികൾ തന്നെയാണ് ഇന്നും ഇവിടെ ഈ 4 ദിവസങ്ങൾ അല്ലെങ്കിൽ 3 ദിവസങ്ങൾ നമുക്ക് വിശിഷ്ടതിഥികളായിട്ട് വന്ന് ഇവിടെ നമ്മളോട് ഷെയർ ചെയ്തവരെല്ലാം എല്ലാ മെസ്സേജുകളും എന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. പല ആൾക്കാരും ചിന്തിക്കും ഇന്നൊരു യുക്തിവാദി വന്നിട്ട് എന്തുകൊണ്ടാണ് ദൈവത്തെ കുറിച്ച് പറയുന്നത് എന്നുള്ളത്. അവിടെയാണ് ഗ്ലോറിയസ് ഗോസ്പൽ മറ്റുള്ള മത സംവിധാനങ്ങളിൽ നിന്നും എല്ലാമായിട്ട് വ്യത്യസ്തപ്പെടുന്നത്. നിങ്ങൾക്ക് ഗ്ലോറിയസ് ഗോസ്പലിനെ കൂടുതൽ അറിയാനുള്ള സോഷ്യൽ പ്ലാറ്റ്ഫോമിന്റെ ഡീറ്റെയിൽസ് ആണ് ഞാനിപ്പോൾ പറഞ്ഞ. ഏത് സോഷ്യൽ പ്ലാറ്റ്ഫോമിലായാലും നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഫേസ്ബുക്കും യൂട്യൂബും വാട്സപ്പും ടെലഗ്രാമുമാണ്. ഈ 4 മേഖലകളിൽ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്ലോറിയസ് ഗോസ്പൽ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ 4 പ്ലാറ്റ്ഫോമുകളിലും ഇത് കിട്ടുന്നതാണ്. ഇവിടാണ് ഒഫീഷ്യലായിട്ട് നമുക്കുള്ളത്, മറ്റൊന്നും ഒഫീഷ്യലായിട്ടുള്ളതല്ല. തുടർന്ന് ഞങ്ങളോട് സഹകരിച്ച എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഗ്ലോറിയസ് ഗോസ്പലിന് തുടർന്ന് അടുത്ത ദിവസങ്ങൾ നമ്മളിപ്പോൾ എൽദോ പെരുന്നാളുമായി മുന്നോട്ട് പോവുകയാണ്. പല ആളുകളും നൊയമ്പിലാണ്. നമ്മൾ ഇനി ക്രിസ്മസ് രാവുകളിലേക്ക് നമ്മൾ മാറുകയാണ്. നമ്മൾ നാളെ മുതൽ നമ്മുടെ ക്രിസ്മസ് പ്രോഗ്രാമുകളാണ്. തുടർച്ചയായി ഈ ഒരു മാസം തന്നെ നമുക്ക് ക്രിസ്മസിന്റെ കാര്യങ്ങൾ ചെയ്തു തീർക്കേണ്ടതുണ്ട്. ക്രിസ്മസ് ഓർമ്മകൾ പങ്കുവെക്കേണ്ടതുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ളൊരു രീതിയിലേക്ക് നമ്മൾ ഇപ്പോൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ക്രിസ്മസ് ഞങ്ങളോട് സഹകരിച്ച എല്ലാവരോടും, പ്രത്യേകിച്ച് പേര് പറയാതെ ആരെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ ഒന്നും തോന്നരുത്. ഇത്രയും പേരുകൾ നമുക്ക് പെട്ടെന്ന് എന്റെ വ്യക്തിപരമായ ഓർമ്മയിലുള്ളൂ. പേര് പറയാത്തവരാരെങ്കിലും നിങ്ങളോടും കൂടി എല്ലാവരെയും ചേർത്ത്
ഗ്ലോറിയസ് ദർബാർ, ഗ്ലോറിയസ് സോഫിയ എന്ന് പറയുന്ന 2 പഠന അക്കാഡമികൾ നമുക്ക് ഉണ്ട്. അതുകൂടാതെ നമുക്ക് ഗ്രീക്കിന്റെ ക്ലാസ് കൂടെ ഉണ്ട്. അതുകൊണ്ട് പ്രത്യേകമായിട്ട് പറയുകയാണ്, ഇവരോട് അല്ല, ഇതിനകത്തുള്ള മെമ്പേഴ്സ് ഞങ്ങളോട് ജോയിൻ ചെയ്ത് ഞങ്ങളോട് സഹകരിക്കുന്ന എല്ലാവരോടും, സഭാപിതാക്കന്മാരോടും എല്ലാവരോടും തന്നെ, പ്രേക്ഷകരോടും എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ കർത്തവ്യത്തിൽ നിന്നും വിരമിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വർഗാദൂതർക്കുടയവനേ, അവരാൽ മഹത്വപ്പെടുന്നവനേ, വന്ദനവോടെ നിനക്കു സ്തുതി, പ്രാർത്ഥനകൾ കൈക്കൊള്ളണമേ. ത്രിയേകാമേകത്രയാം ഏകദൈവവുമായുള്ള പിതൃസുത പരിശുദ്ധാത്മാവാം സത്യപരനേ നിനക്കു സ്തുതി.